के सामने मोर्चा लेना, ये अर्बन नक्सल की भाषा बोलने वाले, इंडियन स्टेट के खिलाफ लड़ाई की घोषणा करने वाले न संविधान को समझ सकते हैं, न देश की एकता को समझ सकते हैं। आदरणीय अध्यक्ष जी, 7 दशक तक जम्मू एंड कश्मीर और लद्दाख उसे संविधान के अधिकारों से वंचित रखा गया। നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ 2 മണിക്കൂർ നീണ്ട മറുപടി പ്രസംഗം. 10 വർഷം കൊണ്ട് രാജ്യം നേടിയ നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. തെളിവുകളുടെയോ രേഖകളുടെയോ പിൻബലമില്ലാതെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ നടത്തിയ രാജ്യവിരുദ്ധ വിമർശനങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടി. ചിലർ സംസാരിക്കുന്നത് അർബൻ നക്സലുകളുടെ ഭാഷ. ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നവർക്ക് രാജ്യത്തിൻ്റെ ഐക്യമോ ജനാധിപത്യത്തിൻ്റെ സത്തയോ മനസ്സിലാകില്ലെന്ന് രാഹുലിൻ്റെ പേര് പറയാതെ പ്രധാനമന്ത്രിയുടെ മറുപടി. പക്വതയില്ലാതെ പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് എത്രമാത്രം അപകടകാരിയാണെന്ന് പറയാതെ പറയുകയാണ് പ്രധാനമന്ത്രി. ജന ഡിബേറ്റ് ഈ വിഷയം പരിശോധിക്കുമ്പോൾ അതിഥികളായി എത്തുന്നത് ബിജെപിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു, റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി നുസ്രത് ജഹാൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. ആദ്യം ശ്രീമതി നുസ്രത് ജഹാനിലേക്കാണ് പോകുന്നത്. നുസ്രത് ജഹാൻ, ഇന്ന് പ്രധാനമന്ത്രി 2 മണിക്കൂർ സമയമാണ് പാർലമെന്റിൽ സംസാരിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യ വിമുക്തരാക്കിയ 10 വർഷങ്ങളാണ് കടന്നുപോയത്. ഇപ്പോൾ എവിടെയും ഗരീബി ഹഠാവോ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയരുന്നില്ല. സൂര്യോദയത്തിന് മുൻപോ അതിനുശേഷമോ മാത്രം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കപ്പെട്ടിരുന്ന സ്ത്രീകൾക്ക്, പെൺമക്കൾക്ക് അഭിമാനത്തിൻ്റെ 10 വർഷങ്ങളാണ് കടന്നുപോയത്. അവർക്ക് ശൗചാലയങ്ങൾ നൽകിയതിലൂടെ ഭാരത സ്ത്രീകളുടെ അഭിമാനം വീണ്ടെടുക്കാൻ നമ്മുടെ രാജ്യത്തിനായി. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ ഛിദ്രശക്തികൾക്കെതിരെ കടുത്ത വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയാണ്. ചില നേതാക്കളുടെ ഭാഷ അർബൻ നക്സലുകളുടെ ഭാഷയാണ്. രാജ്യത്തിനെതിരെ സംസാരിക്കുന്നതിൽ ഹരം കണ്ടെത്തുന്നവരെ പേര് പറയാതെ തന്നെ പ്രധാനമന്ത്രി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ കാണേണ്ടത്? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ കാണേണ്ടത്, കാരണം രാജ്യം ഭരിച്ച് ഇത്രയും എന്തൊക്കെ എന്താ പറയാ പുരോഗതിയും പ്രോജക്ട്സുകളും ആണോ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ കൊണ്ടുവന്നതും ഈ പുതിയ ബഡ്ജറ്റിലും എത്ര പേർക്ക് 12,000 കോടിയുടെ ടോയ്ലറ്റ്സിനെ പറ്റി പറഞ്ഞു. അപ്പൊ അതിനൊക്കെയാണ് ഇവർക്ക് പരിഹസിക്കാനുള്ളത്. പിന്നെ ഓരോ സംഗതികളും ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, സാധാരണക്കാർക്കുള്ള ബഡ്ജറ്റിനെ പറ്റി പ്രധാനമന്ത്രി പറയേണ്ടത് പ്രധാനമന്ത്രി പറഞ്ഞതും ഈ രാജ്യത്തിന്റെ നയങ്ങൾ, എന്തൊക്കെ നയങ്ങൾ മാറ്റം വരുത്തിയിട്ടുള്ള ഈവൻ പ്രസിഡന്റ്. അപ്പോ ഈ ഒരു ബഡ്ജറ്റിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് അഭിമാനത്തോടെ തന്നെ ഈ രാജ്യം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് പേര് പറയാതെ പ്രധാനമന്ത്രി വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് കൊടുത്ത കൊട്ട്. ആ കൊട്ട് കാരണം ആ പ്രസംഗത്തിന് ശേഷമാണല്ലോ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്. കാരണം ഹി ഹാവ് ടു ആൻസർ. പിന്നെ ഇന്ത്യന്റെ വിദേശകാര്യ മന്ത്രിയെ അമേരിക്കയിൽ വിട്ടാണ് പ്രധാനമന്ത്രിയെ പിന്നെ വിളിപ്പിക്കുന്നത്, അവിടുത്തെ മീറ്റിങ്ങുകൾക്ക് വിളിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ അവിടുത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ട്രംപിന് പോയി, ഇതൊക്കെയാണല്ലോ. അതൊക്കെ വന്ന് പാർലമെന്റിൽ പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് ശരിക്കും സംസാരിക്കാൻ പോലും അതിന്റെ മറുപടി കേൾക്കാൻ പോലും അർഹതയില്ലാത്ത വിധത്തിലാണ് ഇന്ന് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചത്. ആക്ച്വലി ഞാൻ ഔട്ട് ഓഫ് ഇന്ത്യ ഉള്ളത് ആക്ച്വലി. അപ്പൊ ഞാൻ ഈ ഇംഗ്ലീഷിലും രാഹുൽ ഗാന്ധിന്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു. ആ പ്രസംഗം കേൾക്കുമ്പോ അടുത്ത് കേട്ടിരുന്ന ഒരു വിദേശി കുട്ടി എന്നോട് ചോദിക്കാണ്, ഹൂസ് ടോക്കിംഗ് വെരി ബാഡ് അബൌട്ട് ഇന്ത്യ.
And so I said it is in the parliament inside the opposition leader is speaking about the India in such a way. So how shameful. ആ ഒരു സ്ഥലത്ത് മോദിജിനെ രാജ്യം ഭരിക്കാൻ സമ്മതിക്കാത്ത വിധത്തിലാണ് ഇവർ കളി. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന്. അപ്പോ ഈ പ്രസിഡന്റിനാണെങ്കിലും പ്രസിഡന്റിനെ പറ്റി എന്താ പറഞ്ഞേ, ഇത് ബോറിംഗ് അടിച്ച് ഇരുന്ന് ആ ഒരു കൺട്രീനെ പറ്റിയിട്ട് ഇൻഡസ്ട്രിയൽ സിസ്റ്റം നമ്മുടെ രാജ്യത്ത് ഫെയിലിയർ ആണ്, അത് ചൈനക്കാണ് കൂടുതലുള്ളത്. ഇന്ന് അയാൾ ചൈനക്ക് വേണ്ടിയാണ് പാർലമെന്റിൽ സംസാരിച്ചത്. അതാണ് ഭയങ്കര അതിശയം തോന്നുന്നത്. നമ്മൾ കേട്ടാൽ ഇൻട്രസ്റ്റ്, ഇതെന്താ അടുത്തത് പറയണ എന്നുള്ള ഒരു ഇതിൽ ആവേശത്തിൽ ആൾക്കാർ ഇന്ന് അത് കേൾക്കും. കാരണം അത്രക്കും ഒരു രാജ്യത്തിന്, സ്വന്തം രാജ്യത്തിന് ഒപ്പോസിഷൻ ലീഡർ രാജ്യത്ത് ഇല്ലാതെ പോയതാണെങ്കിലും ഓക്കെ. അപ്പൊ ഈ ഒരു ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം UN പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യ. UN നമ്മൾക്ക് ഇല്ലാതെ പോയത് നമ്മൾ ഇന്ത്യ UN-ഉമായിട്ട് കൈ കോർത്ത് വേണം ചെയ്യാന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ. അപ്പൊ ഈ UN പാർട്ടിസിപ്പേഷൻ വേണം എന്നുള്ള ഇദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ നെഹ്റു എന്തുകൊണ്ട് ആലോചിച്ചില്ല? എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യന്റെ ഈ പറയുന്ന ചൈന അങ്ങോട്ട് എത്തി, ഇവിടെ എത്തി, ചൈന അത്ര കുതിച്ചു, ചൈനയില് പിന്നെ തൊഴിലില്ലായ്മ ഇല്ല, ചൈനയില് ഫുൾ ആൾക്കാർക്ക് തൊഴിലുണ്ട്, ഓരോരുത്തരും റെവല്യൂഷൻ ഉണ്ടാക്കി വെക്കുകയാണ്, അവരെ ഡ്രീംസ് അവരെ ഉണ്ടാക്കുന്നുണ്ട്. ചൈന ഇന്ത്യന്റെ അകത്തിരുന്ന് കളിക്കുന്നത് ബിക്കോസ് വി ഫെയിൽഡ് അവർ മേക്ക് ഇൻ ഇന്ത്യ സിസ്റ്റം എന്നാ പറഞ്ഞത്. China is sitting inside our country because we failed to make in India success. എന്താ അയാൾ ഉദ്ദേശിച്ചത് അത് പറയാ. അപ്പൊ ഇവിടെ എങ്ങനെ രാഹുൽ ഗാന്ധിന് വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് കൊട്ടുന്ന ബാക്കിയുള്ള MP-മാരോട് പറയാനുള്ള, ഇതേ പാർട്ടിയുടെ പ്രധാനമന്ത്രി ആയിരുന്ന നെഹ്റു, ഇന്ദിരാഗാന്ധി ഒക്കെ എന്തുകൊണ്ട് ചൈനയെ സപ്പോർട്ട് ചെയ്ത്? ദിസ് ഇസ് എ ലോങ് അജണ്ട. ഇതിന്റെ അന്ന് തൊട്ടുള്ള ടാർഗറ്റാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന ഉറപ്പായ കാലം തൊട്ട് ബ്രിട്ടീഷുകാരോട് ലോകത്തിൽ ഇരുന്ന് എങ്ങനെ എന്തെല്ലാം സ്വത്തുക്കൾ അവരെ പേരിലാക്കാം, ബാക്കി സ്വത്തുക്കൾ എങ്ങനെ വഖഫിന് കൊടുക്കാം, ചൈനനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക, പാകിസ്ഥാൻ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക, ശ്രീലങ്കക്ക് എന്ത് ചെയ്യുക, ബംഗ്ലാദേശിനെ എങ്ങനെ ഇതാക്കാം, ഇതെല്ലാം പറഞ്ഞു ആലോചിച്ചെടുത്ത ഒരു ടാർഗറ്റാണ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നെഹ്റുവിന്റെയും ഗാന്ധിജിന്റെയും ഒക്കെ ഒരു ലോങ് വിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാഹുൽ ഗാന്ധിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ we feel that what they work for the country. Why we don't have participation in UN Security Council as a 5 members, and how that China got it, who made it? That is what we want to ask Rahul Gandhi. Why we are not a Security Council member, such a growing country, to create ourselves a big country? He said that we are not in the revolution. What is that? He used a word that is mobility revolution participation. Mobility revolution participation we should hand to UN and have it. Why we didn't have? Rahul Gandhi must answer to Indian people that why our mobility revolution system went to China. China is fighting because they are all making China products are sold out here. So he is telling that എന്റെ കയ്യിലിരിക്കുന്ന ഫോണിന്റെ അകത്ത് this is coming, that is coming, everything China. What he is eating also everything China. Okay. എവറിത്തിങ് ചൈനയിൽ വന്ന് ചൈന ഇത്ര ആവും എന്നൊക്കെ അറിഞ്ഞിട്ട് ദാറ്റ് ഇറ്റ്സെൽഫ്. ആ സമയത്ത് തന്നെ നെഹ്റുവിന്റെ അഭിപ്രായത്തോട് ലോക നേതാക്കള് ഈ അടുത്ത് പോലും ടർക്കിഷ് പ്രസിഡന്റ് പോലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയാണ് എന്നും UN മെമ്പർ ആയിട്ട് ഇരിക്കേണ്ടത്. വെൻ ഈ ടെല്ലിങ് സംതിങ് ഇൻ ദ പാർലമെന്റ്, കൈയടി കിട്ട കോൺഗ്രസ്സുകാരെയും സുഡാപ്പികളെയും കൈയടി കിട്ടാൻ വേണ്ടി രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ ഒന്ന് ഓർക്കണം, മൊബിലിറ്റി റെവല്യൂഷൻ ഇന്ത്യക്ക് ഉണ്ടാവൂല എന്നുള്ളൂ, ചൈനക്ക് വരുന്നുള്ളൂ. അവർ ഏറ്റവും വലിയ ശക്തിയാവും അടുത്ത 21ാം നൂറ്റാണ്ടാവുമ്പോ. 20ാം നൂറ്റാണ്ടിലെ ഒന്നിലേക്കും നമ്മളുടെ പാർട്ടിസിപ്പേഷൻ കൊടുക്കണ്ട, ചൈന വളരട്ടെ പറഞ്ഞ അവന്റെ മുത്തച്ഛനോടാണ് അവൻ പറയേണ്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും പ്രസിഡന്റിനോടും അല്ല അവൻ സംസാരിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നു.
കാരണം അദ്ദേഹം നമ്മളെ കുറെ ഏജിലുള്ള അതെ, ചൈനയെ അങ്ങേയറ്റം അകമഴിഞ്ഞ് പുകഴ്ത്തുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ പാർലമെന്റിൽ സ്വീകരിച്ചത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. നുസ്രത് ജഹാൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് സേനാപതി വേണു ചേരുകയാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ ബജറ്റിന്റെ നന്ദിപ്രമേയ ചർച്ചയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് വ്യാജ വാഗ്ദാനങ്ങളാണ് നൽകിയത്. രാജ്യത്ത് 20 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയ സർക്കാരാണ് ഇന്ന് ഭരിക്കുന്നത്. അദ്ദേഹം ഈ കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. 1 രൂപ അനുവദിച്ചാൽ 15 പൈസ മാത്രം ജനങ്ങൾക്ക് കിട്ടിയിരുന്ന കാലത്ത് നാട് ഭരിച്ചത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ സർക്കാരിൻ്റെ പണം ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നു, അതെവിടെയും പോകുന്നില്ല എന്ന് പറയുന്നതിലൂടെ തന്നെ വളരെ കൃത്യമായി കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ്. ഒപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ കടുത്ത വിമർശനം. ഒരു രാജ്യവിരുദ്ധനായ ഒരാൾ എങ്ങനെ സംസാരിക്കും? ആ രീതിയിൽ അർബൻ നക്സലുകളുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ചിലർ സംസാരിക്കുന്നു എന്ന് വരെ പറഞ്ഞു. കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിക്കുന്ന രീതിയിലാണ് ഇന്ന് പ്രധാനമന്ത്രി സംസാരിച്ചത്. എങ്ങനെ കാണുന്നു? നീലിമ, ഞാൻ നിങ്ങളുടെ ഈ ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് തന്നെ ഒരു കൗതുകമായിട്ടാണ് കണ്ടത്. രാജ്യത്തിന് ഭീഷണിയോ രാഹുൽ എന്നാണല്ലോ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ നുസ്രത് ജഹാൻ മാഡത്തിന്റെ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റുകൾ കേട്ടുകൊണ്ടാണ് വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞത്? നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 2014 ഡോക്ടർ മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുമ്പോൾ 9.8 രണ്ടക്ക സംഖ്യയിലേക്ക് കടന്നില്ല, അതിന്റെ അടുത്ത് വരെ എത്തിയതാണ്. ആ സാമ്പത്തിക വളർച്ച 10 കൊല്ലം കൊണ്ട് ഇന്നലെ പാർലമെന്റിൽ മിനിഞ്ഞാന്ന് ബജറ്റ്, അതിനു മുമ്പുള്ള സാമ്പത്തിക സർവേയുടെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ 6.4 അല്ലെ 6.4% വളർച്ച താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമല്ലേ? എന്താ പറഞ്ഞ 58 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു, ഇല്ലെങ്കിൽ കോൺഗ്രസിനെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം, അധിക്ഷേപിക്കാം. ആ അധിക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ രേഖകളുടെയും അതോടൊപ്പം തന്നെ പാർലമെന്റിൽ പുറത്തു വന്നിരിക്കുന്ന സാമ്പത്തിക സർവേയുടെയും പിൻബലത്തിൽ, കണക്കുകളുടെ പിൻബലത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച മുമ്പുണ്ടായിരുന്ന വളർച്ചയിൽ നിന്ന് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അത് 9.8% അല്ലെങ്കിൽ രണ്ടക്ക സംഖ്യയിൽ നിന്ന് 6.4 താഴ്ന്നിരിക്കുന്നു എന്നുള്ളത്. അത് നിങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ പറയുന്ന ഈ മെയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ സംവിധാനം അത് തകർന്നു, ഇല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു എന്നതാണ് അദ്ദേഹം പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തിന് ഈ ഗവൺമെന്റിനെ വിമർശിക്കാനും ഗവൺമെന്റിന്റെ നയങ്ങളെ വിമർശിക്കുവാനും അദ്ദേഹത്തിന് അവകാശമില്ല എന്ന് BJP-ക്കാർ പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കും, അത് നിരന്തരമായിട്ട് വിമർശിക്കും. ആ വിമർശനം അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഒരു കാര്യം, പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താണ്? ഞങ്ങൾ 2047 ആകുമ്പോഴേക്കും ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു. അപ്പൊ 3-ന് മുമ്പ് മറ്റ് 2 പേരുണ്ടല്ലോ. ആ 3-ന് മുമ്പിൽ നിൽക്കുന്ന 2 പേർക്കൊപ്പം നമ്മൾ എത്തണം, നമ്മൾ അവർക്കൊപ്പം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ ചൂണ്ടിക്കാണിച്ചത്? അതല്ലാതെ ചൈനയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. എന്റെ അയൽവക്കത്തുള്ള കുട്ടി എന്റെ കുട്ടിയേക്കാൾ കുറച്ചുകൂടി നന്നായി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മെച്ചത്തിൽ പോകുമ്പോൾ നമ്മൾ അവനെ അത് ചൂണ്ടിക്കാണിക്കുന്ന എന്താ? നമ്മൾ നന്നാകാനാ. അപ്പോ 47 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ ശക്തിയായി മാറും എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്ന 2 ശക്തികൾ, അതിലൊന്ന് ചൈനയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇനി ചൈന അല്ല എങ്കിൽ എന്റെ വാദഗതിക്ക് പിന്നെ അതിന് പ്രസക്തിയില്ല. അപ്പോ അവർക്കൊപ്പം നമ്മൾ എത്തുന്നില്ല, അവരുടെ വളർച്ച നമുക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ അത് അദ്ദേഹം പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചത്? അതല്ലാതെ ചൈനയ്ക്ക് വേണ്ടി വാദഗതികൾ നടത്തിയെന്നോ അല്ലെങ്കിൽ ചൈനയെ പിന്തുണച്ചുവെന്ന്. ഇത് നിരന്തരമായി നീലിമ കുറച്ച് നാളുകളായി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളെ മുഴുവൻ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹം ബോംബെയിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഒരു ശക്തിയെ, ആ ശക്തി എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ സംഘപരിവാർ ശക്തികൾ ഉൾപ്പെടുന്ന ശക്തിയെ. അപ്പോ TG മോഹൻദാസിനെ പോലുള്ളവർ പറഞ്ഞു ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ചു, ഹിന്ദു ദൈവങ്ങളുടെ ശക്തി മഹാകാളി, കാളിയെ ആക്ഷേപിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന്. അതിനുശേഷം അദ്ദേഹം മറ്റൊരു പ്രസംഗം നടത്തി. അഗർ തീസരാ ബാർ BJP സത്താ മേ ആയേ തോ ഇസ് ദേശ് മേ
ആഗ് ലഗേക എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പ്രസംഗിക്കല്ലേ, ഇനി 3-ാം വട്ടം പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളം കത്തുമെന്ന് പറഞ്ഞാൽ അതിന് BJP-ക്കാർ കൊടുത്ത പരിഭാഷ എന്താണെന്നറിയോ? 3-ാം വട്ടം BJP കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ മേ ആഗ് ലഗാവുക. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരിക്കുന്നു, ഞാൻ ഇന്ത്യ തീ കത്തിക്കുമെന്ന് പ്രസംഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നാട് മുഴുവൻ ഒരു പ്രസംഗം നടത്തുകയാണ്. അതിന്റെ ഇത് എന്താ പറഞ്ഞ ക്ലിപ്പിങ്ങുകൾ കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, BJP-യെ സംബന്ധിച്ച് അല്ലെങ്കിൽ അമിത്ഷായെ സംബന്ധിച്ച് നിങ്ങളുടെ രാഷ്ട്രീയ ശത്രു നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇന്ത്യയെ കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നത് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ അത് പാർലമെന്റിനകത്തും പുറത്തും വിളിച്ചു പറയുന്ന ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി സേനാപതി വേണു, ഇന്നലെ രാഹുൽ പ്രസംഗിച്ചത് 45 മിനിറ്റ്. ഇതിൽ ചൈനയോടുള്ള പ്രണയം വ്യക്തമാക്കുന്നത് 34 തവണ. അങ്ങ് പറഞ്ഞു വളരെ കൃത്യമായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്, രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാഹുൽ സംസാരിക്കുന്നത് എന്ന്. നമ്മൾ ഒറ്റ വിഷയത്തിലേക്ക് വരാം. ചൈനീസ് അധിനിവേശം 4000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ പ്രദേശം ചൈനീസ് കീഴടക്കി വച്ചിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും രേഖയുടെ പിൻബലത്തിലാണോ രാഹുൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് പാർലമെന്റിൽ? കാരണം ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയൊന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? നീലിമ, 1969 എന്റെ ഡേറ്റ് ഞാൻ കൃത്യം ഓർക്കുന്നില്ല, ഏപ്രിൽ മാസത്തിൽ ചൈനീസ് ബോർഡറിൽ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന, അന്ന് ചൈനീസ് ബോർഡറിൽ നമ്മൾ സൈന്യത്തെയല്ല, BSF-ഉം അവിടുത്തെ സശസ്ത്ര സീമാബൽ SSB എന്ന് പറയുന്ന സംഘമാണ് പട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. അവർക്ക് നേരെ ചൈനീസ് പട്ടാളം നടത്തിയ വെടിവെപ്പ്, അതിൽ 2 പോലീസുകാർ രക്തസാക്ഷികളായി. ആ ദിനത്തെയാണ് നമ്മൾ ഈ പോലീസുകാർ അവരുടെ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, അതിനുശേഷം ഇന്നോളം 70 മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 2020 നമ്മളിപ്പോ ഈ ഗൽഗാം പാങ്കോങ് നദീതടത്തിലുണ്ടായ ആ സംഘർഷം വരെ ചൈനയുമായി നമുക്ക് അതിർത്തിയിൽ സംഘർഷങ്ങളില്ലായിരുന്നു. നമ്മുടെ പെട്രോളിംഗ് സംഘം ഈ 9 figures, ഞാൻ ഐ വാസ് ആൻ എക്സ് സർവീസ് മാൻ ഓൾസോ, ഐ വാസ് ഇൻ ആർമി സർവീസ് ഡിഫൻസ് ഫോഴ്സ്. ഞാൻ ഈ പ്രദേശങ്ങളിലൊക്കെ ഇതിന്റെ അടുത്തൊക്കെ പോകാനും കാർഗിലും അതുപോലെ തന്നെ ദ്രാസ്, ലേ ലഡാക്കിലൊക്കെ സർവീസിൽ പോകാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഒന്നും ഇവിടെ പറയുകയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, സംഘർഷമില്ലാതിരുന്ന ആ പ്രദേശത്ത് ഇപ്പോ നമ്മുടെ ബീഹാർ റെജിമെന്റിന്റെയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന്, സന്തോഷ് കുമാർ റെഡ്ഡി എന്നാണ് തോന്നുന്നു, ബീഹാർ റെജിമെന്റിന്റെ ഒരു കേണൽ ഉൾപ്പെടെ 20 ആളുകളെയാണ് ചൈനീസ് പട്ടാളക്കാർ, അത് എത്ര മൃഗീയമായ രീതിയിൽ, കാരണം അവിടെ 95-ൽ നമ്മളും അവരും തമ്മിൽ ഉണ്ടാക്കിയ ഒരു അക്കൗണ്ട് പ്രകാരം എന്താ പറയുക, ഈ നോമാൻ ലാൻഡ്, നമ്മുടെ ഈ 9 fingers എന്ന് പറയുന്ന അവിടെ വരെ നമ്മൾ പെട്രോളിങ്, അവർ അതിന്റെ അപ്പുറത്തേക്ക് നമ്മളവിടെ പെട്രോളിങ്. ഈ പെട്രോളിങ്ങിന് പോകുന്ന സ്ഥലത്ത് നമ്മൾ തോക്ക് കൊണ്ടുപോകാറില്ല, മറിച്ച് നമ്മൾ അതിർത്തിയിൽ പോയി കണ്ട് പോകുന്നതാണ്. നമ്മൾ പെട്രോളിങ് നടത്തിക്കൊണ്ടിരുന്ന ഭാഗങ്ങൾ കയ്യേറി വന്ന് 9 എന്നുള്ളത് അത് 8-ലേക്ക് വന്നു, 7-ലേക്ക് വന്നു, അങ്ങനെ വന്ന് ഏതാണ്ട് നമ്മുടെ പ്രദേശങ്ങൾ, അത് ഇന്ത്യയുടെ കരസേന തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ 17-ഓ 18-ഓ വട്ടം ചർച്ചകൾ നടന്നിട്ടും ആ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറാൻ ചൈന തയ്യാറായിട്ടില്ല. പിന്നെ ചൈന പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളുണ്ടല്ലോ, നമ്മുടെ പഴയ അരുണാചൽ പ്രദേശിലെ തവാങ് എന്ന് പറയുന്ന സ്ഥലത്തിനപ്പുറത്ത് നമ്മുടെ ബോർഡറിൽ, അതായത് മക്മോഹൻ രേഖയ്ക്ക് അപ്പുറത്തായി ഈ ചൈനയുടെ പ്രദേശത്ത് അവരുടെ ഗ്രാമങ്ങൾ അവര് പുതിയതായി ടെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, സാധാരണഗതിയിൽ ടാർപോളിൻ ടെന്റുകളല്ല, പെർമനന്റ് ടെന്റുകളും ബങ്കറുകളും അടിച്ച് അവിടെ പുതിയ ഗ്രാമങ്ങളെയും ആളുകളെയും ഒക്കെ കുടിയിരുത്തുന്നതിന്റെ ചിത്രങ്ങൾ ഇതെല്ലാം പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. ഇത് എന്താ പറഞ്ഞ നമ്മുടെ സെക്യൂരിറ്റി വിഭാഗവും ശ്രീ അജിത് ഡോവലിനെ പോലുള്ള സെക്യൂരിറ്റി ഉപദേഷ്ടാക്കളും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള. ശ്രീ സേനാപതി വേണു, ഞാൻ ചോദിച്ച ചോദ്യം, ഈ 4000 ചതുരശ്ര കിലോമീറ്റർ ചൈനീസ് കടന്നു കയറിയിരിക്കുന്നു, ഇവിടെ അധിനിവേശം നടന്നിരിക്കുന്നു, ഇതിന് എന്ത് തെളിവാണുള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്. ഈ 4000 ചതുരശ്ര കിലോമീറ്ററിൽ ഇന്ത്യയുടെ ഭൂപ്രദേശം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിൽ? പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള രേഖ കിട്ടിയിട്ടുണ്ടോ? ഇവിടെ പ്രതിരോധ മന്ത്രിക്ക് അറിയില്ല, രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് അറിയില്ല, ചീഫ് ഓഫ് ആർമി സ്റ്റാഫിനും അറിയില്ല. അങ്ങനെ ഒരു രേഖ ചൈനയിൽ നിന്നും രാഹുലിന് ലഭിച്ചിട്ടുണ്ടോ? അല്ല, ഇവിടെ രേഖ എന്നുള്ളത് ഇപ്പൊ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി
അദ്ദേഹം കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിച്ചിട്ടില്ല ചൈനയുമായിട്ട്. എന്താണ് അതിന്റെ കാര്യം? നമ്മൾ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന നമ്മളുടെ കീഴിലുള്ള വലിയ വാസ്റ്റായ പ്രദേശം, അവിടെ ഇപ്പോ ജനവാസം ഉണ്ടാകണമെന്നൊന്നുമില്ല, ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമല്ല, പക്ഷേ നമ്മുടെ അതിർത്തിയിൽ നമ്മൾ പെട്രോളിംഗ് നടത്തി നമ്മുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റാതെ അവിടെ ചൈനയുടെ ബങ്കറും അതുപോലെ തന്നെ ചൈനയുടെ സേനയും അതോടൊപ്പം തന്നെ ചൈനീസ് ഗ്രാമങ്ങളും ഫോം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശം അവരുടെ അധീനതയിലോട്ട് പോയി എന്നുള്ളതല്ലേ? ആ കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് ഇന്ത്യൻ സേന തന്നെ ഈ കാര്യം സമ്മതിച്ചിട്ടുള്ളതാണ്. നമ്മൾ എന്തിനാ ഈ 17 വട്ടം 18 വട്ടം ഈ ചൈനീസ് സൈനികരുമായി ലേ ലഡാക്കിലും ഒക്കെ ചർച്ചകൾ നടത്തുന്നത്? ആ ചർച്ചകൾ നടത്തുന്നതിന്റെ കാരണം എന്താണ്? ഇവർ കടന്നു വന്നിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ 50 കൊല്ലമായി നമ്മുടെ അധീനതയിലോ അല്ലെങ്കിൽ നമ്മൾ പെട്രോളിങ്ങിന് പോയിക്കൊണ്ടിരുന്നതായ പ്രദേശത്തേക്ക് നമുക്ക് പോകാൻ പറ്റാതെ അവർ കടന്നു കയറി അത് അവരുടെ അധീനതയിൽ വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് ചൈന പിന്മാറണം എന്നുള്ളതാണ് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം അത് പൂർണ്ണമാകാത്തത് കൊണ്ടാണ് കരസേനാ മേധാവി ശ്രീ ഉപേന്ദ്ര ദ്വിവേദി ഈ അടുത്ത ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത് അതിർത്തിയിൽ ചൈനയുടെ അധിനിവേശമുണ്ട്. ആ അധിനിവേശം അത് ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ കൃത്യമായി, അത് ഏതായാലും പാർലമെന്റിൽ അദ്ദേഹം അത് പറയുമ്പോൾ അത് അതിനടിസ്ഥാനമായ അങ്ങേക്ക് അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഇത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. വളരെ ആധികാരികമായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ വിഷയം, ഈ ഒറ്റ വിഷയം മാത്രമാണ് എടുക്കുന്നത്. മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ വരാം. ഈ ഇത്ര വലിയ തോതിൽ ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന കയ്യേറി എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതോ നേരത്തെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞതുപോലെ ഈ കയ്യടി നേടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളായിരിക്കുമോ ഇത്? അല്ല, ചൈനക്ക് മണ്ണ് വാരി കൊടുത്തത് ഇപ്പൊ മോദി ചെയ്ത പോലെയാണല്ലോ ഇപ്പൊ അയാൾ പറയുന്നത്. അതാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ചൈനന്റെ ബോർഡർ പ്രശ്നങ്ങളും ഒക്കെ എന്നും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി എന്നെക്കാളും അധികം അറിയാൻ പിന്നെ ഇവര് തന്നെ ഏറ്റവും സേനാപതി ജി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനത്ര തർക്കിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ എത്ര അടക്കി വെച്ചു എവിടെ പട്ടാളം ഇരിക്കുന്നൊന്നും ഇന്ത്യന്റെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. രാഹുൽ ഗാന്ധി കയ്യടി വാങ്ങാൻ പ്രത്യേകിച്ച് കേരളത്തിലേക്കാണ് ആ കയ്യടി വരിക. പ്രിയങ്കി രാഹുൽ വരെ പ്രിയപ്പെട്ട താരങ്ങളല്ലേ കേരളത്തിന്റെ. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്നം കണ്ടിരിക്കുന്ന കേരളത്തിനോട് കയ്യടി വാങ്ങാന് പറയേണ്ട സാധനങ്ങളൊക്കെ അവരിന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അവിടെ അത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പിന്നെ ചൈനന്റെ ഈ ശക്തിനെ വളർത്തി ചൈന നമ്മുടെ മണ്ണിനെ എടുത്തു പോകുമ്പോ ആ ചൈനന്റെ കാക്കാണ് കയ്യടി കൊടുക്കുന്നത്. ആ ചൈനനെ പുകഴ്ത്തി പറയുക. അപ്പൊ മാസ്റ്റർ ക്ലാസ്സിൽ പോയി അപ്പുറത്ത് പറയണ പോലെയല്ലേ ഇത് രാജ്യത്തിന്റെ പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റിലാണ് അയാൾ ഇന്ന് ഈ ശബ്ദം ഉയർത്തിയത്. ആര് കേട്ടാലും ചോദിക്കും ഒരു രാജ്യത്തിന് എത്ര താഴ്ത്തിന്ന് വെച്ചാൽ അങ്ങേയറ്റം ഈ രാജ്യം ഒരു പട്ടിണി രാജ്യം, തൊഴിലില്ലായ്മ എന്താ കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടായില്ലേ? കണക്കുകൾ എടുക്കുകയാണെങ്കിൽ OBC പിന്നെ OBC ആരെങ്കിലും ഒന്ന് മീഡിയ ഹാൻഡിൽ ചെയ്യണുണ്ടോ? മോഡി, അദാനി ഈ ഒരു റെവല്യൂഷൻ മാത്രമല്ല ഇന്ത്യയിലുള്ളൂ. ഈ സാധാരണക്കാർക്ക് കിട്ടിയ കക്കൂസ് കൊടുത്തോന്നും ഇവർക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഇവരെ ചെയ്തില്ല. 12,000 കോടി പിന്നെ ടോയ്ലറ്റ്സ് കൊടുത്തെന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ് അവർക്ക് ചിത്രീകരിക്കുന്നത്. ഒള്ളി അദാനിക്കും അംബാനിക്കും വലിയ മീഡിയക്കാരും മീഡിയ പാർട്ട്നേഴ്സും വന്നിട്ട് നരേന്ദ്രമോദിനെ ഹൈലൈറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഇതാണ്. മീഡിയക്ക് ഇന്നലെ ഇന്നും ഉണ്ടായതല്ല. അവിടെ ബാക്കിയുള്ള മീഡിയകളൊക്കെ ഇവര് പർച്ചേസ് ചെയ്ത് ഇവർക്ക് വേണ്ടി മാത്രം സംസാരിച്ച മീഡിയകൾ തന്നെയാണ്. ആകെ ആരാ ശരിക്കും മീഡിയ സപ്പോർട്ട് ചെയ്യണം നരേന്ദ്രമോദിനെ ഇത് പറയണമെങ്കിൽ? അപ്പൊ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അങ്ങോട്ട് പറയാ. ഈ പറയണ പോലെ സോഷ്യൽ മീഡിയയിൽ വരുന്നു. പിന്നെ എന്താണ് AI-നെ പറ്റി പറഞ്ഞു. AI-നെ പറ്റിയിട്ട് പറയുമ്പോ ഇന്ത്യ ഇത് പിന്നെ AI-ൽ എവിടെയോ ഇരിക്കുന്നു, അമേരിക്ക എത്തി, ചൈന എത്തി. അപ്പൊ നമ്മളെ കയ്യിൽ ഒന്നുമില്ല, പ്രൊഡക്ഷൻ ഇല്ലാത്ത ഒരു രാജ്യത്തിനെ പറ്റിയാണ് അയാൾ മൊത്തം പറഞ്ഞത്.
ആ ഒരൊറ്റ സാധനം മതി, പ്രൊഡക്ഷൻ ഇല്ലാത്ത. എന്താ പ്രൊഡക്ഷൻ ഇല്ലാത്ത? അപ്പൊ തന്നെ അവിടെ മാറ്റി പറയുന്നുണ്ട്, പ്രൊഡക്ഷൻ ഇല്ലാത്ത രാജ്യത്ത് മക്കാനിന് വേണ്ടിയിട്ട് ടാക്സിനെ പറ്റി. മക്കാൻ പറഞ്ഞാൽ എന്താണെന്ന് നമ്മളെ കേരളീയർക്ക് പലർക്കും അറിയ പോലും ഉണ്ടാവില്ല. മില്ലറ്റ് ഓഫ് ദ ഇയർ പറഞ്ഞിട്ട് UN കഴിഞ്ഞ വർഷം 24 വാസ് എ മില്ലറ്റ് ഇയർ. UN ഐക്യരാഷ്ട്ര സഭയിൽ പോലും മില്ലറ്റ് പറഞ്ഞാൽ ഇന്ത്യയിൽ ചെറുധാന്യങ്ങളാ, ഇന്ത്യയിൽ മാത്രം ഉൽപ്പാദിക്കപ്പെടുന്ന മക്കാന്റെ ടാക്സിനെ പറ്റി പരിഹസിച്ചാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രൊഡക്ഷൻ ഇല്ല എന്ന് പറയുന്നു. ഫാർമേഴ്സ് ഏറ്റവും അധികം, ലോകത്തിൽ ഏറ്റവും അധികം, അത് കാരണം അത് ഏറ്റവും അധികം വാങ്ങുന്നതും ഒരു കേരളീയനാണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ലുലു യൂസഫ് അലിയാണ് ഇത് വാങ്ങുന്നത്. പ്രധാനമന്ത്രി പ്രത്യേക അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം UN ഈ ഡേ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ട്. അപ്പൊ ഈ ഒരു പിന്നെ പ്രൊഡക്ഷൻ പറയുമ്പോ ഈ ചെറിയ ചെറിയ കർഷകര് ഫാർമേഴ്സിന് കൊടുത്ത ലോണ്, മുദ്ര ലോണ്, MSME ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ്, ഇതിനൊക്കെ എത്ര കോടിയാണ് വിമൻ ഡെവലപ്മെന്റ് ഒക്കെ ബഡ്ജറ്റിൽ അംഗീകരിച്ചതും ഈ 10 വർഷമായിട്ടുള്ളതൊന്നും കാണാതെ ചൈന ഉണ്ടാക്കിയ ബാറ്ററിനെ പറ്റിയും ചൈന ഉണ്ടാക്കിയ AI പറ്റിയും മാത്രമാണ്. AI എന്നൊക്കെ പറഞ്ഞാല് അതിനോട് മാപ്പ് ചോദിക്കേണ്ടി വരും എന്നുള്ളത് AI കണ്ടുപിടിച്ചവരെന്നെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺഹൈമർ പിന്നെ ന്യൂക്ലിയർ ബോംബ് ഇട്ട് കഴിഞ്ഞ പോലെ ആയിരിക്കും നാളെ AI വന്നത്. കാരണം അത് മിസ്യൂസ് ചെയ്യണ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് രാജ്യത്തിന്റെ കൂടെ ലോകത്തിന്റെ കൂടെ സഞ്ചരിക്കാണ്ട് ആർക്കും ഒക്കൂല, അത് ശരി തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ എത്രമാത്രം അപ്പൊ AI ഒന്നുമല്ല നമുക്ക് അതിലാവണ്ട. അപ്പൊ നമ്മളെ സ്പീക്കർ പറഞ്ഞ് AI ഡിപ്പെൻഡ് ചെയ്യണ ലോകമാണ് ഇനി വരുന്നത്. അപ്പൊ മിത്തുകളൊന്നുമല്ല. മിത്തുകൾ എന്നൊക്കെ തന്നെയാണ്. ഈ മിത്തൊക്കെ എന്താ നോക്കി തന്നെയാണ് AI കണ്ടെത്തിയെന്നുള്ളത്. എപ്പോഴും മഹാഭാരത യുദ്ധത്തിന് ഒക്കെ പറയണ അർജുനനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന രാഹുൽ അതും കൂടി ഓർക്കണം. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും നമ്മൾ കാണും നമ്മളെ മുമ്പില്. കാരണം ഓപ്പൺഹൈമർ ന്യൂക്ലിയർ ബോംബ് ഇട്ട് കഴിഞ്ഞത് അയാൾ കണ്ടുപിടിച്ച കാര്യങ്ങൾക്കെല്ലാം അത് യൂസ് ചെയ്തെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വലിയ ലോകത്തിലേക്കുള്ള സയന്റിഫിക് ലോകത്തിനാണ് സഞ്ചരിക്കണം. അതിന്റെ ഡിഫക്ട്സും അഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ത്യയിലുള്ള സാധാരണക്കാര കർഷകർ ഇവിടെ ഉൽപ്പാദിക്കപ്പെടുന്ന പിന്നെ മില്ലറ്റ്സും മക്കാനും യോഗയും ഇവിടുത്തെ ട്രഡീഷനും ഇവിടുത്തെ നദികളെയും ഒന്നും ഹിമാലയത്തിനെയും ഒന്നും നമ്മൾക്ക് ഒരു വിഷയമല്ല. അതൊന്നും നമ്മൾ എവിടെയും പറയില്ല. അതിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇവരതിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും സഹിക്കൂല. കാരണം ഇനി ഇതൊന്നും പറയാൻ ഒക്കൂലല്ലോ. ഇവര് ഓൾറെഡി നരേന്ദ്രമോദിയും കൂട്ടരും ഇതെല്ലാം വെച്ച് കാര്യങ്ങൾ എടുത്ത്. പിന്നെ വേറെ ഒരു പോയിന്റ് കൂടെ അയാളെന്ന് പറയുന്ന വളരെ തരം താഴ്ന്ന ഒരു പോയിന്റ്. മോഹൻ ഭഗവത് പറഞ്ഞു ഇൻഡിപെൻഡൻസ് കിട്ടിയത് അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാണ് നമ്മളെ ആയുധം. അയാളെ മാത്രം ആയുധല്ല, കോൺഗ്രസ്സുകാരൻ മാത്രം ആയുധല്ല. ഭരണഘടന പറയുന്ന ഇന്ത്യയിലെ ഓരോ ജനത്തിന്റെയും ഭരണഘടനയാണ് അയാൾ ഉയർത്തിപ്പിടിച്ച് പറയുന്നത്. ആ ഭരണഘടനയെ ഞങ്ങൾ മാറ്റാൻ അനുവദിക്കില്ല. വി വിൽ നോട്ട് ചേഞ്ച്. ആരാ ചേഞ്ച് ചെയ്ത? 26 തവണ ഇവര് അപ്പൂപ്പനും അമ്മൂമ്മനും അച്ഛനും കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ 26 തവണ കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള അവസരത്തിൽ അതും നുസ്രത്ത് ജഹാൻ, അത് ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി ചെയ്ത ഭേദഗതികളാണ്. അതൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമായതാണ്. കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ അംബേദ്കറെ വെറുതെ വലിച്ചിട്ടു. അതിൽ വല്ലാതെ മുറിവേറ്റ് രാഹുലിനും കോൺഗ്രസിനും അക്കാര്യത്തിൽ പിന്തിരിവേണ്ടി വന്നു. ഞാൻ അങ്ങയിലേക്ക് എത്താം. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്നലെ രാഹുൽ പാർലമെന്റിൽ നടത്തിയ ചില പ്രസ്താവനകളാണ് ചൈനീസ് അധിനിവേശത്തെക്കുറിച്ചും മഹാരാഷ്ട്രയിലെ വോട്ടിംഗ് മെഷീനിലുണ്ടായ ക്രമക്കേട്, അങ്ങനെ ഈ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മോദിയെ ക്ഷണിക്കാൻ വേണ്ടി ജയശങ്കർ അങ്ങോട്ട് പോയി എന്നൊക്കെ ഒരു രേഖകളുടെയും പിൻബലമില്ലാതെ സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് ലോക്സഭയിൽ കണ്ടത്. ഈ ചൈനീസ് അധിനിവേശം സംബന്ധിച്ച് 4000 ചതുരശ്ര കിലോമീറ്റർ ചൈന കൈയടക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ ഒരു രേഖയുടെയും പിൻബലമില്ലാതെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഇത് രാജ്യദ്രോഹികളെ പോലെ ഒരുപക്ഷെ രാഹുൽ സംസാരിക്കുന്നു എന്ന് വേണം പറയാൻ എന്നാണ് പ്രധാനമന്ത്രിയുടെ വാചകത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ചില അർബൻ നക്സലുകളെ പോലെ ചിലർ സംസാരിക്കുന്നു, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറയുന്നു. ഒരു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് ചേരുന്നതാണോ ഇത്തരം പരാമർശങ്ങളൊക്കെ?
നിലിമ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ആൾ കൂടിയാണ്. രാജ്യം മുഴുവൻ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾക്ക് കാതോർക്കും. തീർച്ചയായും പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തെയും മുഖമായ പ്രധാനമന്ത്രിയെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പലപ്പോഴും ഒരു രാജ്യത്തെക്കുറിച്ച് സ്വയം പരിശോധനാപരമായ ഒരു നിലപാടെടുക്കാനും പ്രതിപക്ഷ നേതാവിന് കഴിയും. അങ്ങനെ ഒരു ആത്മപരിശോധന, അത് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയും BJPയും മാറി മാറി ഭരിച്ച ഇന്ത്യ രാജ്യത്ത് ഒരു ആത്മപരിശോധന എന്ന നിലയിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ആപേക്ഷിക ശക്തി സമവാക്യങ്ങൾ അവിടെ പ്രസംഗമധ്യേ വിഷയമായി. അത് വരുന്നത് 4000 കിലോമീറ്റർ ഇന്ത്യയുടെ ഭൂമി ചൈന കൈവശം വെച്ചിരിക്കുകയാണ്. ചൈന ഇസ് വിത്തിൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ദേശീയ സുരക്ഷ പാലിക്കുന്നതിന് പ്രധാനമന്ത്രിക്കും സർക്കാരിനും കഴിയുന്നില്ല എന്ന ഒരു ആക്ഷേപമാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ വ്യക്തമായ കണക്കുകൾ കൂടി, ഏത് പ്രദേശമാണ്, എത്ര ചതുരശ്ര കിലോമീറ്റർ, ഏതെല്ലാം സെക്ടറിലാണ് ചൈനീസ് അധിനിവേശമുള്ളത്, ഇന്ത്യൻ സൈന്യം അത്രയും ഭാഗത്തു നിന്ന് പിന്മാറിയോ എന്ന് പറയാനുള്ളൊരു സ്ഥിതിവിവര കണക്കുകൾ കൂടി ഉണ്ടെങ്കിൽ ആ വാദഗതിക്ക് പിൻബലമുണ്ടാകും. അതാണ് ഒരു കാര്യം. പിന്നെ ചൈന ഇന്ത്യയേക്കാൾ 10 വർഷം മുന്നിലാണ് എന്ന് പറയുന്നത് മൊത്തത്തിലൊരു കൊട്ടത്താപ്പിലുള്ളൊരു കണക്കാണ്. അത് മുൻപ് തന്നെ പറയുമായിരുന്നു. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്താണ് ഉദാരവൽക്കരണ നയമുണ്ടായത്. 1990-91 കാലത്ത് ഈ LPG പാക്കേജ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി വന്നപ്പോൾ നരസിംഹറാവുവിൻ്റെ സമയത്താണ് ഇന്ത്യ ഉദാരവൽകൃത ക്രമത്തിലേക്ക് വരികയും ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ഭാഗികമായിട്ടെങ്കിലും ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തത് ആ സമയത്താണ്. പക്ഷേ അതിനേക്കാൾ 10-12 വർഷം മുൻപ് തന്നെ ഡെങ് സിയാവോപിങ് ചൈനയിൽ അധികാരം ഏറ്റെടുത്തപ്പോൾ വലിയ തോതിലുള്ള ഉദാരവൽക്കരണമാണ് അവിടെ സംഭവിച്ചത്. അപ്പം ചൈന ഓപ്പണപ്പ് ചെയ്തത് 1979-ലാണ്, ഇന്ത്യ ഓപ്പണപ്പ് ചെയ്യുന്നത് 1991-ലാണ്. അപ്പോൾ ആ ഒരു പ്രഷ്യസ് 10-12 വർഷങ്ങൾ അവിടെ ഒരു അൺഅക്കൗണ്ടഡായി കിടക്കുന്നു. അതനുസരിച്ചാണ് പൊതുവേ ഉള്ള ഒരു ഗ്രോത്ത് നമ്മൾ നടക്കാക്കാൻ. അത് മാത്രമല്ല, ഇന്ത്യ ഒരു 4 ട്രില്യൺ ഇക്കോണമിയിൽ താഴെയാണ്. ചൈന 17 ട്രില്യൺ ഇക്കോണമിയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാണ്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ ഉപരിപ്ലവ രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഇന്ത്യക്കുള്ള അന്താരാഷ്ട്ര പ്രാധാന്യവും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വ്യവസ്ഥകൾക്ക്, അത് നമ്മുടെ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ആയിക്കൊള്ളട്ടെ, ഇന്ത്യയുടെ ഹാർഡ് പവറും സോഫ്റ്റ് പവറും രണ്ടും. അപ്പോൾ ഇന്ത്യ എന്നത് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ചൈനയ്ക്കുള്ള ഇമേജ് പോലെയല്ല. അപ്പോൾ ഇന്ത്യ ഈ മറ്റ് രാജ്യങ്ങളെ ബുള്ളി ചെയ്യുന്ന ഒരു നിലപാടാണ് എന്നത് ലോകരാജ്യങ്ങൾക്കിടയിലെ, സൗത്ത് ഏഷ്യയിലെ ഒരുപക്ഷെ ഇമേജ് പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് മുതലായ രാജ്യങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ത്യ ഇപ്പോൾ നൽകുന്ന ഒരു ബുള്ളിങ് ഇമേജ് ആയിരിക്കാം. പക്ഷേ പൊതുവേ അങ്ങനെയല്ല ഇന്ത്യയുടെ ഇമേജ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായ ഒരു പോസിറ്റീവ് ഹൈലൈറ്റിൽ രാജ്യത്തെ ജനങ്ങളെ ഉദ്ദീപിപ്പിച്ച് നിർത്തുകയും അതേസമയം വ്യക്തമായ സ്ഥിതിവിവര കണക്കുകളുടെ സഹായത്തോടു കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യേണ്ട ശ്രീ രാഹുൽ ഗാന്ധി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തോന്നാം ചൈനയെ പ്രകീർത്തിക്കുകയാണോ എന്ന് തോന്നാം. ഇതെനിക്ക് തോന്നുന്നു, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അദ്ദേഹം ചൈനയെ പ്രകീർത്തിക്കാൻ വേണ്ടി ചെയ്തതല്ല, നന്നാകാൻ വേണ്ടി ചിലപ്പോൾ 4 അടി കൂടുതൽ അടിക്കും. ആ ഒരു രീതിയിലാണ് ആ പ്രസംഗത്തെ കാണേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഉപയോഗിക്കുന്ന ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പലപ്പോഴും ആ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നോ എന്ന ഒരു സംശയം എനിക്കുമുണ്ട്. അതുകൊണ്ടാണ് ചൈനയെ വീണ്ടും ഉദാഹരിക്കുക വഴി, ആദ്യ പ്രാവശ്യമല്ല ചൈനയെ രാഹുൽ ഗാന്ധി ഉദാഹരിക്കുന്നത്, അങ്ങനെ വീണ്ടും ഉദാഹരിക്കുന്നത് വഴി ഇന്ത്യ ചൈനയേക്കാൾ വളരെ പിന്നിലാണ് എന്ന ഒരു നറേറ്റീവ് നൽകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഇത് കേൾക്കുകയാണ്. അപ്പം നമ്മുടെ ആത്മവിശ്വാസം, ആത്മവീര്യം, മൊറാൽ എന്നിവ ഉയർത്തി നിർത്താൻ തക്ക ഒരു പ്രസംഗമാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നും പലപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ല, ഗവൺമെൻറ്റിനെ ക്ലീനായി ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്നതിനുപരിയായി ഒരു രാജ്യത്തെ മൊത്തമായി ഉദ്ധരിക്കുന്ന വരികളല്ല പലപ്പോഴും അവിടെ ഉണ്ടാകുന്നത് എന്നത് ഖേദകരമായ കാര്യവുമാണ്. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ, ചൈന മാത്രമല്ല വിഷയം, ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ വീണ്ടും ശ്രീ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. മഹാരാഷ്ട്രയിൽ 70 ലക്ഷം വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ ജനങ്ങളുടെ എണ്ണമാണ് 70 ലക്ഷം. ആ 70 ലക്ഷം വോട്ടുകൾ 5 മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ എങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടി? ഇവിടെ കടന്നുകൂടി എന്ന് പറയുന്നതും ചേർക്കപ്പെട്ടു എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. അത് ചേർക്കാൻ നിയമപരമായ സംവിധാനങ്ങളുണ്ട്. അത് RSSൻ്റെ ഉൾപ്പെടെയുള്ള BJPയുടെയും RSSൻ്റെയും മറ്റ് പരിവാർ സംഘടനകളുടെയും അണികൾ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച്
പരമാവധി ആളുകളെ എൻലിസ്റ്റ് ചെയ്യാൻ നിയമപരമായി ഇവിടെ അവസരമുണ്ട്. അതേ അവസരം തന്നെ കോൺഗ്രസിനും NCP ശരത് പവാർ വിഭാഗത്തിനും ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്കും എല്ലാമുണ്ട്. അപ്പോൾ സംഘടനാപരമായ ദൗർബല്യങ്ങളാൽ വേണ്ട രീതിയിൽ തങ്ങളുടെ പിന്തുണക്കാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്നതിന് അമാന്തം വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പഴി മുഴുവൻ ഇലക്ഷൻ സംവിധാനത്തിനും അതിന് ചുക്കാൻ പിടിക്കുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനും എതിരെ വരുമ്പോൾ അവിടെയും ചില പിഴവുകളാണ്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. ആരോപണങ്ങളുടെ പെരുമഴ സ്ഥിരമായി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ, ലോക്സഭയിലെ പ്രസംഗത്തിൽ ഉണ്ടാകുന്നു. നല്ല പ്രാസംഗികനാണ് അദ്ദേഹം ഉദ്ധരണികൾ കൊണ്ടുവരുന്നു. അദ്ദേഹം ഉപയോഗിക്കുന്ന ചില നറേറ്റീവുകൾ മാത്രം, ചില കഥകൾ മാത്രം ചില സമയങ്ങളിലെങ്കിലും അസ്ഥാനത്തായി പോകുന്നതും കണ്ടു. അതുകൊണ്ടൊരു പ്രതിപക്ഷ നേതാവിൽ നിന്നും രാജ്യം ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന പക്വമായ ചില നിലപാടുകൾ ഉണ്ടാകുന്നില്ല എന്ന ഒരു ആക്ഷേപമാണുള്ളത്. പക്ഷേ ഇതിന് ബദലായി ഭാരതീയ ജനതാ പാർട്ടിയും BJP ചെയ്യുന്നതും അവിടെയും ഒരു പൂർണ്ണമായ ഒരു രാഹുൽ ഗാന്ധിയെ തുച്ഛീകരിച്ച് കാണുക വഴി യഥാർത്ഥത്തിൽ ആ ഒരു പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കും സംശയമുണ്ട്. കാരണം അതിനർത്ഥം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഫാമിലിയിലെ 3 പേര് പാർലമെൻറ്റിലുണ്ട്. സോണിയാഗാന്ധി രാജ്യസഭയിൽ, രാഹുൽ ഗാന്ധി റായ്ബറേലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭയിൽ, പ്രിയങ്ക ഗാന്ധി ഇവിടെ വയനാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭയിൽ. അങ്ങനെ 3 പേർ ഒരേ സമയം. പക്ഷെ അതും ജനാധിപത്യത്തിൽ അനുവദനീയമാണ് എന്ന കാര്യവും യഥാർത്ഥത്തിൽ ഭരണപക്ഷം മറന്നു പോകരുതാത്ത കാര്യമാണ്. ഇപ്പം അനുവദനീയമായ കാര്യങ്ങൾ നിയമവിധേയമായി ചെയ്യുമ്പോൾ അതിനെതിരെ വിമർശനങ്ങളുടെ കൂരമ്പുകൾ ചെയ്യുന്നത് ജനാധിപത്യ മര്യാദയല്ല. പക്ഷേ കമ്മീഷൻസ് ആൻഡ് ഒമിഷൻസ് ഓഫ് ദ ഗവൺമെൻറ് തീർച്ചയായും ചൂണ്ടിക്കാട്ടേണ്ടത് തന്നെയാണ്. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക്, ചൈന ഉൽപ്പാദനക്ഷമതയുള്ള രാജ്യമാണ്, ഉൽപ്പാദനം വളരെ വലുതാണ്. ഇന്ത്യയിലെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞിരിക്കുന്നു. 15% GDP-യുടെ 15% മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ. അത് 12% എന്ന സ്ഥിതിവിവരക്കണക്കുകൾ പറയുമ്പോൾ അത് കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കാനുള്ള അവസരം ഗവൺമെന്റിനും കിട്ടുന്നു എന്നതുകൊണ്ട് അതുകൊണ്ട് സമ്മിശ്രമായ വികാരങ്ങളോടുകൂടി മാത്രമേ എനിക്ക് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ കാണാനാവുന്നുള്ളൂ. അങ്ങ് രാഷ്ട്രീയമായി നിരീക്ഷിക്കുന്നത് അങ്ങനെയാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഈ ചൈനയെ പുകഴ്ത്തിക്കൊണ്ടും ഭാരതത്തെ ഇകഴ്ത്തിക്കൊണ്ടും രാഹുൽ സംസാരിക്കുന്നത് ഇത് ആദ്യത്തെ തവണയല്ല. കഴിഞ്ഞ സെപ്റ്റംബറിൽ അമേരിക്കയിൽ നടത്തിയ രാഹുലിൻ്റെ പ്രസംഗം, വാഷിങ്ടൺ DC-യിൽ രാഹുൽ നടത്തിയ പ്രസംഗം വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. ഉൽപ്പാദന രംഗത്ത് ചൈന അവരുടെ കഴിവുകൾ തെളിയിച്ചു, ഭാരതത്തിൻ്റെ നയങ്ങൾ പരാജയപ്പെട്ടു. ഈ അമേരിക്കയിലടക്കം ഭാരതത്തെ അതിനിശ്ചിതമായി വിമർശിക്കുകയും മോശക്കാരാക്കുകയും ചെയ്യുന്ന ഒരു സമീപനം പാർലമെൻറ്റിൽ രാഹുൽ ആവർത്തിച്ചു. അതല്ലേ ശരി? ശ്രീ ഉല്ലാസ് ബാബു, അങ്ങേക്ക് കേൾക്കാമോ? അല്ല, നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു ഹാബിറ്റായിട്ട് തന്നെ കാണണം. നമ്മൾ തീർച്ചയായിട്ടും കേൾക്കാം. നമുക്ക് ഇതിൻ്റെ കുറച്ച് കാലം മുൻപേ ഉള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അധികാരം കിട്ടാത്തതിൻ്റെയും പ്രധാനമന്ത്രിയാകാൻ പറ്റാത്തതിന് ഫ്രസ്ട്രേഷനാണ്. രാഹുൽ ഗാന്ധിയുടെ തന്നെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബഹുമാനായ ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ പത്രങ്ങളെ കാണുന്ന സമയത്ത് ഇതേ ഒരു വേഷം കെട്ട് അന്ന് നമ്മൾ കണ്ടതാണ് അല്ലേ. കയറി വരുന്നു, കീറിക്കളയുന്നു. ഓനെ ACC ഓഫീസിൽ കയറി കളയായിരുന്നില്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് കയറി കളയായിരുന്നില്ല. അപ്പം ജനങ്ങളുടെ മുമ്പിൽ 10 പേര് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ എന്നിലേക്ക് തന്നെ എല്ലാവരും കാണാൻ വേണ്ടിയുള്ള ചില ശ്രദ്ധകൾ തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില നാടകങ്ങൾ, ചില ആംഗ്യങ്ങൾ. ഒരു ദിവസം പ്രധാനമന്ത്രി പോയി ഉമ്മ വെക്കണ കണ്ടില്ലേ, വേറൊരു ദിവസം കണ്ണടിച്ച് കാണിച്ചു കൊടുത്തില്ലേ. ഇതേപോലെയുള്ള ഒരു ബാലിശമായ കാര്യങ്ങൾ ഈ മനുഷ്യൻ കാണിച്ചു തുടങ്ങിയിട്ട് എത്ര കാലമായി. പിന്നെ ഇപ്പോൾ ഈ സോറോസ് മുതലാളി കൊടുത്ത പൈസ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ, അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങൾക്കനുസരിച്ചല്ലേ സാർ ഇവിടെ പെരുമാറണേ. ആദ്യം സാറിൻ്റെ നയം എന്തായിരുന്നു? ആദ്യം സാർ ഇതേപോലെ ഒരു പുസ്തകം പിടിച്ച് നടന്നു. എന്താണ് ഭരണഘടനയാണ് എന്ന് പറഞ്ഞ് ഭരണഘടന. ഈ ഭരണഘടനയെ വഞ്ചിച്ചതാരാണ്? അവൻ്റെ മുത്തശ്ശിയാണ്. ഏറ്റവും കൂടുതൽ ഭരണഘടനയെ ചവിട്ടി മതിച്ചത് ആരാണെന്ന് പോലും അറിയാതെ അതാണെന്ന് പറഞ്ഞ് നടന്നു. BJP ഒരു കാരണവശാലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. അത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം, അതേപോലെ തന്നെ ഇവിടെ കൊണ്ടു നടക്കാം. അപ്പം അത് സാധ്യമാകില്ല. പിന്നീട് ജയിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരാളെ കൊണ്ട് വൈസ് പ്രസിഡന്റിനെതിരെ കോക്രൈ കാണിക്കുക എന്ന് പറഞ്ഞ മിമിക്രി കാണിക്കുക പുറത്ത് പരിപാടി നടത്തിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബഹുമാന്യയായിട്ടുള്ള രാഷ്ട്രപതിയെ ഒരു
നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ പ്രഥമ വനിതയെ ഇപ്പം എന്താ പറഞ്ഞത്, അത് ഇദ്ദേഹത്തിൻ്റെ അമ്മ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു കുടുംബപരമായിട്ടുള്ളൊരു തെറ്റായിട്ടാണ് എനിക്ക് കാണുന്നത്. പിന്നെ ഈ ചൈന സ്ഥലം കയ്യേറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് പോയിട്ട് നെഹ്റുവിനോട് പറയണം, നമ്മളോടല്ല പറയേണ്ടത്. ആ കാലഘട്ടത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. അന്ന് പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് അവർ ചൈനക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നു 58 62 എന്നാണ് എനിക്ക് അതിൻ്റെ വിശ്വാസമുള്ളത്. ബ്രിഡ്ജ് പണിയിലും കൊടുക്കലും കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ കയ്യേറിയതൊക്കെ ഒന്നും നെഹ്റുവിനോടാണ് പോയി പറയേണ്ടത്. അത് നമ്മളോടല്ല. നരേന്ദ്രമോദിയുടെ മക്കട്ട് കയറിയിട്ട് എന്താണ് കാര്യം? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പഠിക്കില്ല, ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായി അറിവും കാര്യങ്ങളും ഒന്നും നേടിയെടുക്കാൻ ശ്രമിക്കില്ല. 4 ആളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുക, അനാവശ്യം പറയുക. അമേരിക്കയിലേക്ക് വിദേശകാര്യമന്ത്രി പോകുന്നത് അത് പ്രധാനമന്ത്രിയെ ക്ഷണിപ്പിക്കാനാണെന്ന് പറയും. അപ്പോൾ സ്വന്തം രാജ്യത്തിലെ നേതാക്കന്മാരെ, സ്വന്തം രാജ്യത്തിൻ്റെ അധികാര ശ്രേണിയിലിരിക്കുന്ന മഹത് വ്യക്തികളെ അന്യരാജ്യത്ത് പോയിട്ട് പുച്ഛിക്കുക, അത് കളിയാക്കുക, അതിന് 5 കയ്യടി കടിക്കുക, എന്നിട്ട് അത് വന്നിട്ട് വലിയ സംഭവമാണെന്ന് പറയുക. അതുകൊണ്ടാണ് കൃത്യമായി പറയാം 3ാം തവണയും ഹീറോ പ്രതിപക്ഷത്തിരുന്ന് കരയേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നരേന്ദ്രമോദി സർക്കാർ നേതൃത്വം നൽകി ഈ അധികാരത്തിൽ കയറിയതിന് ശേഷം ഇങ്ങോട്ടുള്ള ഓരോ സമയങ്ങളും നമ്മളിതിനൊന്നും ഒരു കാരണവശാലും മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിനുള്ള വിലയെ കൊടുക്കേണ്ടതുള്ളൂ. ബഹുമാനായിട്ടുള്ള നമ്മുടെ നിരീക്ഷകൻ അദ്ദേഹം പറഞ്ഞത്, ഒരു കാര്യം കൂടി അദ്ദേഹം പറയേണ്ടതായിരുന്നു. എന്താണ്? ബാലിശമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾക്ക് ചേർന്ന കസേരയല്ല പ്രതിപക്ഷ നേതാവ് എന്ന് പറയപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അതിന് കുറച്ച് പക്വത വേണം, അതിന് ഒരു ശൈലിയുണ്ട്, അത് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ പാർലമെൻറ്റിൽ ഒരു കാര്യം പറയുമ്പോൾ ജനപ്രതിനിധികളുടെ സഭയല്ലേ? ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവിധ മേഖലയിലും പെട്ട ആളുകൾ, ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികൾ വന്നിരിക്കുന്ന ഒരു സ്ഥലത്ത്, ആ ജനപ്രതിനിധികൾ വന്നിരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടയില്ല വെടിവെക്കുകയാണെന്ന് അവിടെ ഇരുന്നിട്ട് ടക വെച്ചിട്ട് അതിന് അതിൻ്റെ തെളിവുകൾ എന്താ? അല്ലെങ്കിൽ അതിന് ഔദ്യോഗികമായ വല്ല രേഖകളുണ്ടോ? അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും രേഖകളുണ്ടോ? ഒന്നുമില്ല. കവലപ്രസംഗം നടത്തുന്ന ജാതി വെച്ച് കലക്കാണ്. എവിടെയാണ്? പാർലമെൻറ്റിൽ. അപ്പോൾ പാർലമെൻറ്റിൽ എന്ത് പറയണം, മൈതാനത്ത് എന്ത് പറയപ്പെടണം, പാർട്ടി മീറ്റിങ്ങിൽ എന്ത് പറയപ്പെടണം എന്നുള്ള കൃത്യമായിട്ടുള്ള വേർതിരിച്ചുള്ള ബോധ്യമോ ഒന്നും ഉണ്ടായിട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നത് ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടല്ല. ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നത്, ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി കൃത്യമായി തന്നെ ഇന്ന് പാർലമെൻറ്റിൽ പറഞ്ഞു, ഞങ്ങൾ 12 കോടി ജനങ്ങൾക്ക് അവരുടെ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ എത്ര കോടി ജനങ്ങൾക്ക് പൈപ്പ് വഴി വെള്ളം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ആയുഷ്മാൻ ഭാരത് പദ്ധതികൾ കൊണ്ടുവരുന്നു. ഞങ്ങൾ യുവാക്കളുടെ കൈപ്പിടിച്ചുയർത്താനുള്ള ശ്രമം നടത്തുന്നു. ഞങ്ങൾ മധ്യവർഗ, അടിസ്ഥാനവർഗ വിഭാഗത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഭരിക്കുന്നവൻ്റെ ഒരു 100% ഉത്തരവാദിത്തമാണ് ഭരിക്കപ്പെടുന്നവൻ്റെ ജീവിത മാർഗം രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അവിടെ അതിലേറ്റവും കൂടുതൽ വിരളി പൂണ്ടുകൊണ്ടാണ്, സ്വാഭാവികമായിട്ട് അറിയാലോ, അവനവൻ്റെ ഒരു പൊന്തിച്ച കുടക്കീഴിലായിരുന്നല്ലോ ഈ ആപ്പ് എന്ന് പറയപ്പെടുന്ന മുന്നണി. ആരുടെ കൂടെയായിരുന്നു? ആം ആദ്മി പാർട്ടി. ഈ 8 മാസം മുൻപ് ഈ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സമയത്ത് രാഹുൽ കലക്കേറുന്ന കലക്കെന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവിനെ കൊണ്ട് തന്നെ ആദ്യം പരാതി കൊടുപ്പിച്ചതിന് ശേഷമാണ് ഈ സാഹോദര്യം ഉണ്ടായതും ഈ സ്നേഹം ഉണ്ടാകുന്നതും. ആ മോദിജിക്കെതിരെയും BJPക്കെതിരെയും മാഞ്ഞു കലക്കുകയായിരുന്നു. അവസാനം ഡൽഹിയിൽ എന്താ ഉണ്ടായത്? അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അങ്ങനെ പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. നരസിംഹറാവുവിനോട് ഇദ്ദേഹം കാണിച്ച പ്രവൃത്തി എന്താണെന്നറിയാം, ഇദ്ദേഹത്തിൻ്റെ കുടുംബം കാണിച്ച രീതി എന്താണെന്നറിയാം. പ്രധാനമന്ത്രിയായിരുന്നല്ലോ, കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. അതിനുശേഷം മൻമോഹൻ സിംഗിനോട് കാണിച്ച രീതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു കുടുംബപരമായിട്ടൊരു കാര്യമാക്കി വെച്ചിരിക്കുകയാണെന്ന് ബഹുമാനായ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ മ്യൂസിയം സംരക്ഷിച്ച് കുടുംബ സ്വത്താക്കി കൊണ്ടുപോകുന്ന ശൈലി പോലെ ഇതൊക്കെ അവനവൻ പറഞ്ഞ മറ്റുള്ളവരൊക്കെ കേട്ടോളും, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും മുത്തശ്ശനും ഒക്കെ അടങ്ങുന്ന ഒരു ട്രസ്റ്റായിട്ട് ഇതിനെ കൊണ്ടു നടക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു എന്ന് അടുത്ത 5 വർഷങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ പറയേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അതിൻ്റെ 16 അടിയന്തരം കഴിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വം ഈ രാഹുൽ എന്ന് പറയപ്പെടുന്ന നേതാവ് ഏറ്റെടുത്തോളും. കാരണം അദ്ദേഹം ഇങ്ങനത്തെ പ്രസംഗങ്ങൾ തുടരട്ടെ. മറ്റു രാജ്യങ്ങളിൽ പോയി സ്വന്തം രാജ്യത്തെ കുറ്റം പറയുന്ന പറഞ്ഞു വെക്കുന്നത് അഡ്വക്കേറ്റ് സേനാപതി വേണു, കോൺഗ്രസിന്റെ ഉദകക്രിയ ചെയ്യാൻ ഒരുപക്ഷെ രാഹുലായിരിക്കും ഉണ്ടാകുക എന്നുള്ള അർത്ഥത്തിലാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, ദി ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ തകർച്ച രാഹുലിലൂടെ ആയിരിക്കുമെന്നാണ്
ഉല്ലാസ് ബാബു ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചത്. മാത്രവുമല്ല, ഉണ്ടയില്ലാ വെടികൾ പൊട്ടിച്ചുകൊണ്ട് പാർട്ടിയുടെ തന്നെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന സമീപനം രാഹുലിൽ നിന്നും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞ ആ 3 വിഷയങ്ങൾ മാത്രം പരിശോധിച്ചാൽ ഇതിൽ എത്രത്തോളം ആധികാരികതയുണ്ട്? ഒരു പ്രതിപക്ഷ നേതാവ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കേണ്ടതിന് പകരം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കയ്യടികൾ നേടാൻ വേണ്ടി ചില പ്രസ്താവനകൾ നടത്തുന്നു എന്ന വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അങ്ങയുടെ മറുപടി? ഒന്ന്, ഈ ആദ്യ ഫേസിൽ ഇവർ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ കേട്ടിട്ടുണ്ടാവില്ല. ഞാനത് വീണ്ടും ഇപ്പൊ ആവർത്തിക്കുന്നില്ല, വീണ്ടും പറയാം. ഭരണഘടനയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പുസ്തകമെന്നാണ്. അവർക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയുള്ളൂ. കാരണം ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ആ ഭരണഘടനയുടെ നിർമ്മാണത്തിലോ ഒന്നും ഇവർക്ക് കാര്യമായ പങ്കൊന്നുമില്ല. ഇന്ത്യയിൽ എങ്ങനെയാണ് ഭരണഘടന ഉണ്ടായത്, ഇന്ത്യയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ പുസ്തകം നിങ്ങളെ സംബന്ധിച്ച് ഉല്ലാസ് ബാബു, ഞാൻ തർക്കത്തിലില്ല, നിങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുസ്തകമായിട്ടാണെന്നേ തോന്നുന്നത്. അതിൽ ഞങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല. ആ പുസ്തകം തിരുത്താൻ വേണ്ടിയാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 400 മുകളിൽ വേണം, 370 കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം. നിങ്ങൾ ഉദകക്രിയ ചെയ്യുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടത്തിലാണ് ആ 303 നിന്ന് നിങ്ങളെ 240 എത്തിച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അത് ഇനിയും ഗണ്യമായിട്ട് കുറയും. അത് ഉല്ലാസ് ബാബുവും നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്, നമ്മളൊന്നും അങ്ങനെ പെട്ടെന്ന് മരിക്കുന്നവരൊന്നുമല്ലോ. അപ്പൊ നമുക്കത് കാണാം, നീലിമയും ഉണ്ടാകും. കോൺഗ്രസ് പാർട്ടി അങ്ങ് ഇപ്പോൾ പറയുന്നതിന് അടുത്ത ഘട്ടത്തിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയാം. താങ്കൾ പറയും. ഇപ്പോൾ താങ്കളുടെ സമയമാണല്ലോ. അതെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചത് 1924 ജാനുവരി മാസം 22-ാം തീയതി അയോധ്യയിൽ അമ്പലം പണിതതിന് ശേഷമാണെന്നാണല്ലോ. 10 കൊല്ലം കൊണ്ട് നിങ്ങൾ രാജ്യത്തെ വല്ലാത്ത വളർച്ചയിലേക്ക് എത്തിച്ചു. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 5.25 ലക്ഷത്തിൽ നിന്ന് 1.25 ലക്ഷമായിട്ട് ചുരുങ്ങിയത്. നിങ്ങൾ രാമരാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി ക്ഷേത്രം പണിത അയോധ്യ ഉൾപ്പെടുന്ന ഫാസിയാബാദിൽ അവിടെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി 65,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഉല്ലാസ് ബാബു അറിഞ്ഞില്ല എങ്കിൽ അത് അറിയണം എന്നങ്ങയെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ സ്ഥാനത്ത് അയോധ്യ നിലനിൽക്കുന്നിടത്തെ അവിടുത്തെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് കൂടി പരാമർശിച്ചു പോകേണ്ടതുണ്ട്. അത് അടുത്ത ഘട്ടത്തിലാകാം. അയോധ്യയിൽ ബി ജെ പി തോറ്റു എന്ന് പറഞ്ഞല്ലോ. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഉല്ലാസ് ബാബുവിന് പറയാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഉല്ലാസ് ബാബു പറയട്ടെ, നീലിമ. ഉല്ലാസ് ബാബു പറയാം. ഞാനിപ്പോ പ്രസന്റ് അവിടുത്തെ MP അത് ഇന്ത്യ സഖ്യത്തിലുള്ള അല്ലെങ്കിൽ അഖിലേഷ് യാദവ് നേതൃത്വം കൊടുക്കുന്ന സമാജ്വാദി പാർട്ടിയുടെ MP ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അപ്പോ അയോധ്യയിൽ നിങ്ങൾ പറഞ്ഞതും അയോധ്യയെ കുറിച്ച് നിങ്ങൾ പ്രചരിപ്പിച്ചതും അവിടുത്തെ വോട്ടർമാർ മുഖവിലയ്ക്ക് എടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ കെട്ടിവെച്ച കാശ് പോലും കെട്ടത്തില്ലായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലക്കാലം നിങ്ങൾ ഈ രാജ്യത്ത് നടത്തിയെന്ന് ഇന്ന് പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉന്നയിച്ച അവകാശവാദങ്ങളെല്ലാം ശരിയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ രാജ്യത്ത് മത്സരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് തെരഞ്ഞെടുപ്പിൽ വരാമായിരുന്നു, വന്നില്ല. കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങൾ നിരന്തരമായി പ്രചരണം നടത്തുന്നു. ഇന്നിപ്പം പാർലമെന്റിൽ ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ നിങ്ങൾ വളച്ചൊടിക്കുന്നു. എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത്? രാഹുൽ ഗാന്ധി പറഞ്ഞതിലെ ധ്വനി കഴിഞ്ഞ 10 അതായത് 2014 പിന്നോട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ 9.8% വളർച്ചാ നിരക്ക് നേടിയ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 6.4% മാറി. 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അപ്പുറത്ത് ചൈന 17 ട്രില്യൺ ഇക്കോണമിയിലേക്ക് മാറിയിരിക്കുന്നു. അതൊരു കമ്പാരിസൺ ആയിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതല്ലേ. ഇനി രാജ്യത്തിന്റെ അതിർത്തിയെ കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. ഉല്ലാസ് ബാബുവിന്റെ അറിവിലേക്കായിട്ട് പറയുന്നു. സാർ, പാങ്കോങ് നദീകരയിൽ അപ്പുറത്തുള്ള പ്രദേശങ്ങൾ, അവിടെ 9 ഫിംഗർ എന്ന് പറയുന്ന പ്രദേശം വരെ നമ്മുടെ പെട്രോളിംഗ് സംഘങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. അവർ നിരായുധരായിട്ടാണ് പോകുന്നത്. അത് എനിക്ക് തോന്നുന്നത് 1995-ൽ ശ്രീ ദേവഗൌഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കരാറാണ്, അതോ ഇനി ഐക്യ ഗുജറാളാണോ? സബ്ജക്ട് ടു കറക്ഷൻ. ഏതായാലും 95-96 കാലഘട്ടത്തിൽ ഉണ്ടായ അക്കോർഡ് പ്രകാരമാണ് ആയുധമില്ലാതെ, ഗണ്ണുകളില്ലാതെയാണ് പെട്രോളിങ്ങിന് അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ സൈനികർ പോകുന്നു ആ പ്രദേശം വരെ. അപ്പൊ ഇപ്പം നമ്മുടെ സൈനികര് അങ്ങനെ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഭാഗം വരെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. അതിന്റെ ഒക്കെ ഒരുപാട് പിന്നിലാണ് നമുക്കിപ്പോ പെട്രോളിങ്ങിന് പോകുന്നത്. അങ്ങനെ അവർ നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വന്നിടത്താണ് ബീഹാർ റെജിമെന്റിന്റെ ലഫ്റ്റനന്റ് കേണൽ ശ്രീ സന്തോഷ് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അവര് ഈ ചൈനീസ് കടന്നുകയറ്റക്കാരെ തടഞ്ഞപ്പോഴാണ് രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കിന് പകരം
എന്താ പറഞ്ഞ ഇരുമ്പ് വടിയും മുളവടിയും ഈ എന്താ പറഞ്ഞ ഇരുമ്പ് വടിയിൽ ഇത് എന്താ പറഞ്ഞ നമ്മൾ മുള്ള് ചുറ്റി നമ്മൾ വേലി കെട്ടാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ചുറ്റി ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും 20 സൈനികർ, അതിലൊരു ഒരു കമാൻഡ് ഒരു ബറ്റാലിയന്റെ കമാൻഡറാണ് കേണൽ സന്തോഷ്, അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോ കഴിഞ്ഞ ഏതാണ്ട് 17 പ്രാവശ്യമായി ഇന്ത്യയിലെ സൈനിക നേതൃത്വവും ചൈനീസ് സൈനിക നേതൃത്വവും തമ്മിൽ ലഡാക്കിലും അപ്പുറത്തും ഒക്കെ ചർച്ച നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉല്ലാസ് ബാബു? നമ്മൾ സ്ഥിരമായി പെട്രോളിംഗ് നടത്തി നമുക്ക് നമ്മുടെ ഒരു അധീനതയിലിരുന്ന പ്രദേശം, അവിടെ ജനവാസ കേന്ദ്രമൊന്നും അല്ലല്ലോ, മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശമാണ്, പക്ഷെ നമ്മുടെ കൈവശത്തിൽ ഉണ്ടായിരുന്ന പ്രദേശം, ആ പ്രദേശത്തേക്ക് ചൈനീസ് സൈന്യം കടന്നതിന് ശേഷം അവർ പിന്മാറുന്നില്ല. അങ്ങനെ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടാണ് 10-17 പ്രാവശ്യത്തെ ചർച്ച നടക്കുന്നത്. നമ്മൾ ഉപഗ്രഹ ചിത്രങ്ങൾ ചൈന പുറത്തുവിട്ടത്, അതായത് പണ്ട് നമ്മൾക്കോ അല്ലെങ്കിൽ അവർക്കോ ഇല്ലാത്ത പ്രദേശം, അല്ലെങ്കിൽ നമുക്ക് പെട്രോളിംഗ് നടത്താൻ കഴിയുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലൊക്കെ അവരുടെ ഗ്രാമങ്ങളും അവരുടെ പെർമനന്റ് ടെന്റുകളും അവരുടെ പെർമനന്റ് ബങ്കറുകളും ഒക്കെ വന്നിരിക്കുന്നത്, അതെല്ലാം ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഞാനിവിടെ പറഞ്ഞല്ലോ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു, അതിർത്തിയിലെ പ്രശ്നങ്ങൾ അതിപ്പോഴും നിലനിൽക്കുന്നു പല ഭാഗത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങൾ ഇപ്പോൾ അത് ചൈന കൈയടക്കി വെക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പെട്രോളിംഗ് ഫ്രീ ആയിട്ട് നടത്താൻ കഴിയുന്ന പ്രദേശങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അത് 9.8 നിന്ന് താഴോട്ട് 6.4 വന്നത് അദ്ദേഹം പോസിറ്റീവായിട്ടാണ് ചൂണ്ടിക്കാണിച്ചത്. പിന്നെ അദ്ദേഹം അമേരിക്കയെ കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞ, ലോകത്തിലെ 3ാമത്തെ ശക്തിയായി നിങ്ങൾ മാറിയ ഒരു രാജ്യം, അമേരിക്കയുടെ പ്രസിഡന്റ് അവിടെ അധികാരമേക്കുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ? അപ്പോ വിളിക്കാത്തിടത്തേക്ക് പിന്നെ എന്തിനാ നമ്മുടെ വിദേശകാര്യമന്ത്രി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെ വിളിച്ചിട്ടില്ല. അല്ല, അങ്ങനെ വിദേശകാര്യമന്ത്രിയെ അതിനാണ് ചുമതലപ്പെടുത്തി വിട്ടത് എന്നുള്ളതിന് എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത്? പറയൂ. അല്ല, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇത്രമേൽ ഗുരുതരമായ ഒരാരോപണം ഉന്നയിക്കുന്നത്. അത് തെളിവുകൾ ഉണ്ടാകണം. അങ്ങനെ പറയുമ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ജോലി അതാണ്, പ്രധാനമന്ത്രിയെ ക്ഷണിപ്പിക്കൽ. നിങ്ങൾ ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗ് ഒക്കെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് സ്റ്റാറ്റസ് അല്ല ഇന്ന് ഭാരതത്തിലേത്. ഔദ്യോഗികമാണ്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക്? ഇല്ല, സോറി, ക്ഷമിക്കണം ഉല്ലാസ് ബാബു, ഞാൻ ഉല്ലാസ് ബാബു ഞാനൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വന്നതാണ്. ഞാൻ നിങ്ങളോട് തർക്കിക്കാനോ വയലന്റ് ആകാനോ ഇല്ല. എന്റെ സമയത്ത് എനിക്ക് അവസരം തന്നു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും. ഞാൻ ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചോദിച്ച ചോദ്യം ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഒരാളെയും അങ്ങോട്ട് ക്ഷണിച്ചതായിട്ട് അതിനെന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിട്. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ട്? അതിന്റെ തെളിവുകളൊക്കെ വളരെ കൃത്യമായി പുറത്തു വന്നതാണ്. വിദേശകാര്യ മന്ത്രാലയം തന്നെ കൃത്യമായി വാർത്താക്കുറിപ്പിറക്കി എസ് ജയശങ്കർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നത്. ഇങ്ങനെ രാഹുൽ ഇതിനെ വളച്ചൊടിച്ച് സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ പ്രധാനമന്ത്രിയെ ക്ഷണിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പോയത് എന്ന് പറയുന്നതിൽ എന്ത് തെളിവുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എസ് ജയശങ്കർ തന്നെ ചോദിച്ചല്ലോ രാഹുലിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഉണ്ടെങ്കിൽ തെളിവ് സമർപ്പിക്കൂ, ഇല്ലെങ്കിൽ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ പറയരുത്, പുറപ്പെടുവിക്കരുത് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ ഈ ഘട്ടം വരെ. അല്ല, അമേരിക്ക ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിൽ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ജയശങ്കറെയാണ് ക്ഷണിച്ചത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടില്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റ് ആണല്ലോ ഞങ്ങൾ വിദേശകാര്യ മന്ത്രിയെ അവിടെ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു അല്ലെങ്കിൽ ട്രംപ് അധികാരമേൽക്കുന്ന എന്ത് ബാലിശമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു ക്ഷണവുമില്ലാതെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്ക് പോകാൻ കഴിയും എന്ന് പറയുന്നത്? എന്ത് ബാലിശമായ മറുപടിയാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു. ഉല്ലാസ് ബാബു, അങ്ങേക്കൊന്ന് കൂട്ടിച്ചേർക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ ചോദിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ലായിരുന്നല്ലോ. ഉണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആ ചടങ്ങിലായിട്ട് ക്ഷണിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു എന്ന് ആര് പറഞ്ഞു? ഉല്ലാസ് ബാബു പ്ലീസ്. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, സേനാപതി വേണു അങ്ങനെ പറയൂ.
കാരണം മൂപ്പരുടെ നേതാവ് രാഹുൽ പറയുന്നതും ബാലിശമായ ചോദ്യങ്ങളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ഇവിടുത്തെ ആളായിട്ടുള്ള സേനാപതി വേണുവിന് അത്രേ പറയാൻ സാധിക്കുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്നെ ഒന്ന് കയറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയോ ഒക്കെ പങ്കെടുത്തു അല്ലെങ്കിൽ ആശംസ അയച്ചു എന്ന് പറഞ്ഞാൽ അത് അതിന് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ മാത്രം ഒരു അറിവില്ലായ്മ സേനാപതി വേണുവിനുണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നല്ല നമസ്കാരം. രണ്ട്, അങ്ങയുടെ നേതാവ് രാഹുൽ ആയതുകൊണ്ട് ഇതിൽ ഞാൻ ഞെട്ടുന്നുമില്ല. രാഹുൽ ചോദിച്ചത് എന്താ, ഞങ്ങൾ കൃത്യമായി പറഞ്ഞത് എന്താ, എസ് ജയശങ്കർ ആരാണ് സർ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കെ അത് തന്നെയാണ് ഔദ്യോഗിക ഭാഷ്യം, അത് തന്നെയാണ് അധികാര്യത. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മ എന്നേ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ നേതാവില്ലേ രാഹുൽ, അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണല്ലേ, അദ്ദേഹം ഇങ്ങനെ ഗീർവാണങ്ങൾ മുഴക്കുന്നത് മുഴുവൻ, ഈ ഉണ്ടയില്ല വെടി വെക്കുന്നത് മുഴുവൻ ശരിയാണെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ 10 വർഷം ചൈന മുന്നിലാണ്, 10 വർഷം മുന്നിലാണ്. ചൈന മുന്നിലായിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യ മഹാരാജ്യം നരേന്ദ്രമോദി സർക്കാർ 10 വർഷക്കാലമായിട്ട് കൈപ്പിടിച്ച് കയറ്റി കൊണ്ടുവരുന്നുള്ളൂ. അതിനു മുൻപ് ഒരു UPA എന്ന് പറയപ്പെടുന്ന ഒരു കുരുത്തം കെട്ട മുന്നണി ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നു. ഈ രാഹുലും ഈ സോണിയും കൂടി പിന്നീട് ഇങ്ങനെ റിമോട്ട് അടിച്ച് ആ പാവം മനുഷ്യനെ കൊണ്ട് അധികാരത്തിലിരുത്തി ഈ നാടിനെ മുട്ടിപ്പിച്ച് ഈ ദേശീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വ്യക്തതയില്ലാത്ത ബോധ്യമില്ലാത്ത ഒരു രീതി ഉണ്ടാക്കി ഈ മറ്റ് രാജ്യങ്ങൾക്ക് ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ഇന്ത്യ കൃത്യമായി നിന്നു കൊടുത്തു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സാർ? പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തെല്ലാം നാടിന് ദോഷകരമായിട്ടുണ്ടോ ഞങ്ങൾ ഈ 10 വർഷക്കാലമായിട്ടാണ് ആദരണീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത്. അതിന് തൊട്ട് മുൻപ് ഞങ്ങളുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടം ഒഴിച്ചാൽ നിങ്ങളൊന്ന് പോയി നോക്കുന്നേ, നിങ്ങളുടെ അടക്കമുള്ള ആളുകൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യം എന്തുകൊണ്ട് വളർന്നില്ല? അത് നിങ്ങൾ പോയിട്ട് ആ ഇന്ന് പാർലമെന്റിൽ പ്രസംഗിച്ചില്ല, ആ ഉണ്ടയില്ല വെടിവെക്കുന്ന ആളില്ലേ, ഓനോട് ചോദിക്കണം എന്താണ് നിങ്ങളുടെ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ അമ്മ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ റിമോട്ട് പിടിച്ചിരുന്ന ആളല്ലേ, ഒന്ന് ചോദിക്കാൻ പറയണം എന്തിനാണ് ഇന്ത്യയെ പുറകോട്ടടിച്ചത്? എന്തായിരുന്നു നരേന്ദ്രമോദിക്ക് 12 കോടി ടോയ്ലറ്റ് ഉണ്ടാക്കി എന്ന് പറയേണ്ടി വന്നത്? എന്താണ് നരേന്ദ്രമോദിക്ക് 12 കോടി ആളുകൾക്ക് വെള്ളം കൊടുക്കേണ്ടി വന്നത്? എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കേണ്ടി വന്നത്? നിങ്ങളുടെ അധികാര കസേരയിലിരുന്ന ആളുകൾ അതേ ആ പാവപ്പെട്ട അടിസ്ഥാന വർഗ സമൂഹത്തെ പരിപൂർണമായിട്ട് പിന്തള്ളിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വന്ന് ഒന്നേന്ന് പണി തുടങ്ങേണ്ടി വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ ഘട്ടം ഘട്ടമായിട്ട് ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിൽ വെറുളി പൂണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ അങ്ങ് വിദേശത്തിരിക്കുന്ന ചില മുതലാളിമാരുടെ വാലാട്ടികളായിക്കൊണ്ട് ഈ നാടിൻ്റെ ഇവരുടെ തന്ത്രം എന്തെന്നറിയോ? ആദ്യം പാർലമെൻറ്റ് നടത്താതെ നോക്കുക, അതിന് എന്തെല്ലാം അഭ്യാസം എടുക്കാൻ സാധിക്കുമോ അത് പരിപൂർണമായിട്ടെടുത്ത് എന്നും ബഹളമുണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പാർലമെൻറ്റിൽ ഇഷ്യൂ ഉണ്ടാക്കുക. പിന്നെ എന്താ ഇദ്ദേഹം പറഞ്ഞ 3ാം തവണ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കുറഞ്ഞെന്ന്. 1ാം UPAയും 2ാം UPAയും കോൺഗ്രസ് ഒറ്റയ്ക്കായിരുന്നല്ലോ അല്ലേ ഭരിച്ചത്? ആ സമയത്ത് നിങ്ങൾക്ക് കൂട്ടുമുന്നണിയിൽ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നില്ല. സർ, ഞങ്ങൾ 10 വർഷക്കാലം കൃത്യമായിട്ട് ഒറ്റക്കാണ് ഭരിച്ചത്. 3ാം തവണയായപ്പോൾ നിങ്ങൾ സകലവിധ ആൾക്കാരെയും കൂട്ടുപിടിച്ച് മോദിയെ എന്ത് വില കൊടുത്തും കെട്ടിക്കുന്ന അങ്ങോട്ട് വാശി പിടിച്ചിട്ട് നിങ്ങൾ ലോകം ഇങ്ങോട്ട് രണ്ടാക്കുന്നല്ലേ, മറച്ചു വെക്കുന്നല്ലേ പറഞ്ഞേ. എന്താണ്ടായേ? 3ാം തവണയും നിങ്ങളുടെ ഹീറോ ഇപ്പം ഈ നേരത്തെ കരഞ്ഞ പോലെ ഇരുന്ന് കറിയല്ലേ ഉണ്ടായുള്ളൂ. എന്താ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല സാർ? സീറ്റിൽ കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ആ സമയത്ത് കെട്ടിപ്പിടിച്ച് നടന്ന ആളായിരുന്നല്ലോ ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാൾ. ഇപ്പോൾ ഓനെ കുറ്റം പറഞ്ഞ് വെല്ലുവിളിച്ച് നടക്കല്ലേ ഇപ്പോൾ? എന്നിട്ട് നിങ്ങൾ ഡൽഹിയിൽ ഒരു സീറ്റ്, സേനാപതി വേണുവിൻ്റെ പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു സീറ്റ് ജയിക്കാൻ സാധിക്കുമോ? എന്താ ഡൽഹിയിലെ ജനങ്ങൾ ഇത്തവണ നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടും ഞങ്ങൾക്ക് തന്ന റിസൾട്ട്? നിങ്ങൾക്ക് എത്ര പേര് ജയിക്കാൻ സാധിച്ചു? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ഈ സമൂഹം ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ഇന്ത്യ മഹാരാജ്യത്തെ ചെറുപ്പക്കാർ എന്ത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാനോ ബോധ്യപ്പെടാനോ, ഇന്ത്യ മഹാരാജ്യം ലോകരാഷ്ട്രങ്ങൾക്കുള്ളിൽ എത്രത്തോളം വളർന്നുവെന്നോ, ഇന്ത്യ മഹാരാജ്യത്തിന് ലോകരാഷ്ട്രങ്ങൾക്കുള്ള വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനോ രാഹുലിന് സാധിക്കുന്നില്ല. അത് വേറൊന്നുമില്ല, അധികാരം കിട്ടാത്തതിൻ്റെ പ്രാന്തായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അല്ലെങ്കിൽ അറിവില്ലായ്മ കാണണം, അല്ലെങ്കിൽ വിവരക്കേടായിട്ട് കാണണം. ഏതാണ് വെച്ചാൽ സെലക്ട് ചെയ്തെടുത്തോളാം. ഇത് എന്തായി കാണണമെന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുകയുണ്ടായല്ലോ.
അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു വിദേശ ശക്തിയുടെയും ഇടപെടലില്ലാത്ത ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനമായിരിക്കാം ഇത്. കാരണം കഴിഞ്ഞ 10 വർഷവും ഇങ്ങനെ പാർലമെൻറ്റ് സമ്മേളനം വരുന്നതിൻ്റെ തൊട്ട് മുൻപ് ചില വാർത്തകൾ വരികയാണ്. ഇന്ത്യയെ, ഭാരതത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, കേന്ദ്രത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചില വാർത്തകളൊക്കെ വരികയാണ്. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല എന്ന് പ്രധാനമന്ത്രി ബജറ്റ് സമ്മേളനത്തിന് മുൻപാകെ പറയുകയുണ്ടായി. നമുക്കറിയാം, ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ വക്താക്കളൊക്കെ പറച്ചുവിടുന്ന ചില വാർത്തകളുടെ പുറത്ത് വലിയ ചർച്ചകളും കോലാഹലങ്ങളും കഴിഞ്ഞ 10 വർഷവും നമ്മൾ പാർലമെൻറ്റിൽ കണ്ടതാണ്. എങ്ങനെയാണ് ആ പ്രതികരണത്തെ അങ്ങ് കാണുന്നത്? നീലിമ, ഡീപ് സ്റ്റേറ്റ് അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അത് ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്ന ഒരു സമയമുണ്ട്. അത് 2000 2015 വരെ, ഈ അടുത്ത കാലം വരെ അത് ഹൈപ്പർ ആക്റ്റീവായിരുന്നു. പൊതുവേ ഡെമോക്രാറ്റിക് പാർട്ടി, അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു ആംബിറ്റിൽ നിന്നുകൊണ്ടാണ് ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത്. ആ ഡീപ് സ്റ്റേറ്റിനകത്ത് വ്യവസായ ക്യാപ്റ്റൻസ് ഉണ്ട്, അതുപോലെ മറ്റ് താല്പര്യക്കാരുണ്ട്, ചില ലോബികളുണ്ട്, ഇതെല്ലാമുണ്ട്. ആ ഒരു സിസ്റ്റത്തെ പൂർണ്ണമായി തച്ചുടച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡൻ്റായി വന്നത്. അത് അവിടുത്തെ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനാവുന്നതല്ല. ഈ കോൺഗ്രസ്സിലെ 2 മണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷവും, കൃത്യമായ ഭൂരിപക്ഷവും, പോപ്പുലർ വോട്ടും ഇലക്ട്രൽ വോട്ടും ഒരുപോലെ ട്രംപ് നേടി എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ മൊത്തം ബാക്കിംഗ് പിന്നിലുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയിലും വെസ്റ്റേൺ വേൾഡിലും ഒരു പൊതു നറേറ്റീവായിരുന്നു. ഇന്ത്യയുടെ ബജറ്റ്, ഇന്ത്യ എന്ന ക്യാപ്റ്റീവ് മാർക്കറ്റ്, അതാണ് വെസ്റ്റിൻ്റെ താല്പര്യം. ഇന്ത്യയിൽ നിക്ഷേപ സാധ്യത ഉണ്ടാവണം, ഇന്ത്യയുടെ വാതിലുകൾ പരമാവധി തുറന്നിടണം. അതുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് ധനകാര്യമന്ത്രിയെയും മന്ത്രിസഭയെയും പ്രധാനമന്ത്രിയും ഒക്കെ സമ്മർദ്ദപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ചില വാക്കുകളുടെ രൂപത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇവിടെ കാതലായ ചോദ്യം, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ കക്ഷിയെയോ ഏതെങ്കിലും പ്രതിപക്ഷത്തെ ഉന്നതരായ വ്യക്തികളെയോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ, ഇവിടെ എല്ലാം ഭദ്രമല്ല എന്ന ഒരു നറേറ്റീവ് ഇവിടെ തന്നെ സൃഷ്ടിക്കുകയും അത് ഗ്ലോബൽ കൺസംഷന് വേണ്ടി നൽകുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ കൃത്യമായി നമുക്ക് പറയാനാവില്ല. ജോർജ് സോറോസ് എന്ന വ്യക്തി രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി സമീപിച്ച് പണം കൊടുത്ത് ഇന്ന രീതിയിൽ പറയണം എന്ന് നിഷ്കർഷിച്ചു എന്ന് പറയാൻ നമ്മുടെ പക്കൽ യാതൊരു തെളിവുകളുമില്ല. പക്ഷേ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ വന്ന അധികാരമാറ്റങ്ങൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ ഉൾപ്പെടെ വന്ന അധികാരമാറ്റത്തിന് ശേഷവും ഇപ്പോഴും തുടരുന്ന ചില ബന്ധം, ജോർജ് സോറോസിൻ്റെ മകൻ അലക്സ് സോറോസ് കഴിഞ്ഞ ആഴ്ച ധാക്കയിലെത്തി അവിടുത്തെ ഭരണകൂടവുമായി മുഹമ്മദ് യൂനിസുമായി ചർച്ച ചെയ്തു. നിങ്ങൾക്ക് അമേരിക്കയുടെ പുതിയ സംവിധാനം, ഡീപ് സ്റ്റേറ്റിന് ഉപരിയായി നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് സഹായങ്ങൾ പിൻവലിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മരവിപ്പിക്കുന്നുവെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഞങ്ങളുടെ ഫൗണ്ടേഷൻ ആ തത്തുല്യമായ തുക തന്ന് സഹായിച്ചു കൊള്ളാം എന്ന ഉറപ്പ് ബംഗ്ലാദേശിന് കൊടുക്കുകയാണ്. ആ ബംഗ്ലാദേശിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഒരു വിശാലമായ അർത്ഥത്തിൽ, ഭാരത വിരുദ്ധമായ അർത്ഥത്തിൽ എടുക്കുന്ന ചില ആളുകളുണ്ട്. പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒരു പരിധിവരെ മറ്റ് ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾക്കും ഇന്ത്യയെ ഒന്ന് ചെക്ക്മേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സോറോസ് ഫൗണ്ടേഷൻ പണം കൊടുക്കുന്നുണ്ടോ? പല രാജ്യങ്ങളിലും അസ്ഥിരത, മാർക്കറ്റുകളിൽ പ്രകമ്പം സൃഷ്ടിക്കാൻ ഉള്ള രീതിയിൽ സാമ്പത്തികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഓഹരി വിപണിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഗ്ലോബൽ ക്യാപിറ്റലിനെ പാർക്ക് ചെയ്യാവുന്ന ഇടമായി ഇന്ത്യയെ പരുവപ്പെടുത്തിയെടുക്കാൻ സമ്മതിക്കാത്ത ഒരു സർക്കാർ എന്ന നിലയിൽ നരേന്ദ്രമോദി സർക്കാരിന് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. ഇതെല്ലാം ചെന്ന് വീഴുന്നത് ബജറ്റിന് തൊട്ട് മുൻപുള്ള വാർത്താ സമ്മേളനവും ആ സമയത്തുള്ള സംസാരങ്ങളിലുമാണ് ഇത് വീഴുന്നത്. അതിപ്രാവശ്യം ഉണ്ടായില്ല എന്നാണ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത്. അതായത് ഭാരതത്തിന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയായി പുറത്തുനിന്ന് വരുന്ന സമ്മർദ്ദങ്ങളെ തൃണവൽക്കണിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾ, ഭാരതത്തിൻ്റെ ജനതയുടെ താല്പര്യങ്ങൾ ബജറ്റിൽ പ്രതിഫലിക്കുന്നു. ഇവിടെ മധ്യവർഗത്തിൻ്റെ താല്പര്യമാണ് ഈ ബജറ്റിൽ മുന്തി നിൽക്കുന്നത്, മുഴച്ചു നിൽക്കുന്നത്, ഒരുപക്ഷെ വളരെ കൂടുതലായി നിൽക്കുന്നത് മധ്യവർഗ താല്പര്യങ്ങളാണ്. അപ്പോൾ ഒരു ടാക്സ് ടെററിസത്തിന് പേരുകേട്ട ഒരു രാജ്യം എന്ന നിലയിലാണ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ കടന്നത്. 2 തരത്തിലുണ്ട്. പേഴ്സണൽ ഇൻകം ടാക്സ്,
വളരെ ഭീമമായ രീതിയിലാണ്. വളരെ തുച്ഛമായ എണ്ണം ആളുകൾ മാത്രമേ, ഒരു 2, 3, 4, 5% ആളുകൾ മാത്രമേ റിട്ടേൺസ് കൊടുക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ നികുതി കൊടുക്കുന്നത് 2, 3% ആളുകളിൽ താഴെയാണ്. അപ്പോൾ ടാക്സിൻ്റെ ആ വാങ്ങുന്ന ആളുകളിൽ നിന്നും പരമാവധി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രവണത മാറ്റിക്കൊണ്ട് ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനമുള്ള, അങ്ങനെ വർഷം 12 ലക്ഷം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർക്കുമ്പോൾ 12,75,000 രൂപ വരുമാനമുള്ള ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരൻ, അദ്ദേഹത്തിന് 1 പൈസ പോലും നികുതി കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ റാഡിക്കൽ ചേഞ്ചാണ് ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ വന്നത്. അതുമാത്രമല്ല, ഇമ്പോർട്ട് ഡ്യൂട്ടിയിലും കാര്യമായ ചില പൊളിച്ചെഴുത്തുകൾ, പ്രത്യേകിച്ച് ബൈക്കുകളുടെയും കാറുകളുടെയും അനുബന്ധ ഘടകങ്ങളുടെയും ഒക്കെ ഇറക്കുമതിക്ക് ഉൾപ്പെടെ അമേരിക്കയിൽ നിന്നുൾപ്പെടെയുള്ള ഇറക്കുമതിക്ക് ചെലുത്തിയിരുന്ന വലിയ തീരുവ അത് ചില ഐറ്റംസിനെങ്കിലും കുറച്ചുകൊണ്ട് വന്ന് ട്രംപിൻ്റെ നയങ്ങളോട് ഒരു പരിധിവരെ പൊരുത്തപ്പെടുന്നു. ഇതൊരു സമ്മർദ്ദമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു പോസിബിലിറ്റിയെ അതനുസരിച്ച് കാണുക എന്ന ഒരു പ്രായോഗിക നിലപാടും അതിനകത്തുണ്ട്. ഇതൊക്കെ വിശദീകരിക്കാനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടതെന്നാണ് എനിക്ക് കിട്ടുന്ന സൂചന. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെയാണല്ലോ പ്രതിപക്ഷം എല്ലാ ഘട്ടത്തിലും നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആക്രമണത്തിന് ഉപയോഗിക്കുന്നത്. ആ ഹിൻഡൻബർഗ് എന്തായാലും ട്രംപ് വരുന്നതിനോടനുബന്ധിച്ച് തന്നെ അത് അടച്ചുപൂട്ടി. പ്രത്യേകിച്ച് ഒരു കാരണവും പറയാതെയാണ് ഹിൻഡൻബർഗ് അടച്ചുപൂട്ടുന്നതായി നഥാൻ ആൻഡേഴ്സണൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഘട്ടത്തിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണിയുടെ ഒരു പ്രസ്താവന കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ജോർജ് സോറോസ് ഇടപെടുന്നു. ആ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ പണം ഉപയോഗിക്കുന്നു. തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനും രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകളെയും മാധ്യമങ്ങളെയും വരുതിക്ക് നിർത്താൻ, അവരുടെ താല്പര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ സോറോസിൻ്റെ ഫണ്ടുകൾ, അവരുടെ ഫൗണ്ടേഷനെല്ലാം ഉപയോഗിക്കപ്പെടുന്നൊരു സാഹചര്യം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇവിടെയും ഇത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ 10 കൊല്ലം? നീലിമ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് മുതൽ ലോക്കൽ പോലീസ് വരെ ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ്, ലോക്കൽ പോലീസ് ഞാൻ പറഞ്ഞത് കേന്ദ്രസേനയുടെ, ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ്. ഞാൻ ചോദിക്കുന്ന, അങ്ങനെ ജോർജ് സോറസിന്റെ ഇടപെടലോ അല്ലെങ്കിൽ ജോർജ് സോറസിന്റെ സാമ്പത്തിക സഹായങ്ങളോ ഏതെങ്കിലും ഇന്ത്യയിലേക്ക് വരുന്നെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കാൻ കഴിഞ്ഞ 10 കൊല്ലക്കാലം എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അപ്പോ ഇത് ചിലരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ നിരന്തരമായി ഒരു ക്ലീഷേ മാതിരി സോണിയാഗാന്ധി എങ്ങനെയാണ് ഈ ജോർജ് സോറോസ് ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റ് ആവുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നല്ലോ, ഇതിൽ നിയമവിരുദ്ധമായോ അല്ലെങ്കിൽ വഴിവിട്ടതായോ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് ആ കാര്യം പുറത്തു കൊണ്ടുവരുന്നതിന് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഒരു തടസ്സവുമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഈ എന്താ പറഞ്ഞ അന്തരീക്ഷത്തിലേക്ക്, മുമ്പേ ഉല്ലാസ് ബാബു പറഞ്ഞ പോലെ ഈ അന്തരീക്ഷത്തിലേക്കുള്ള വെടിമാറ്റം നടത്തുന്നത്? ഞാൻ ഉല്ലാസ് ബാബുവിന് മറുപടി പറയാൻ വേണ്ടിയല്ല, ഞാൻ നീലിമ അല്ല, ജോർജ് സോറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? കോൺഗ്രസിന് അങ്ങനെ ഒരാൾ ഉണ്ടെന്നുള്ള അഭിപ്രായമുണ്ടോ? അല്ല, ജോർജ് സോറസോ അദ്ദേഹത്തിന്റെ മകൻ അലക്സ് സോറസോ ഇവരൊക്കെ ജീവിച്ചിരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിലേക്ക് അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ് കാര്യം, അതാണ് ചോദിക്കുന്നത്. അല്ല, എന്റെ ചോദ്യം തിരിച്ചതാണ്. അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എങ്കിൽ ആ ഇടപെടലുകളെ ചെറുക്കാനും ആ ഇടപെടലുകൾ നിയമവിരുദ്ധമാണെങ്കിൽ അത് കണ്ടെത്താനും ഒക്കെ നമ്മുടെ രാജ്യത്ത് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇല്ലേ? അതല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇതൊക്കെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? അല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലം അധികാരത്തിന്റെ എല്ലാ കേന്ദ്രങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എനിക്ക് ഉല്ലാസ് ബാബു പറഞ്ഞതിൽ വളരെ കൗതുകകരമായിട്ട് തോന്നിയത്, കഴിഞ്ഞ 10-12 കൊല്ലക്കാലമായിട്ടാണ് ഈ രാജ്യത്ത് വികസനങ്ങൾ ഉണ്ടായത്. ബാക്കി മുഴുവൻ ഉല്ലാസ് ബാബു ശിവസേനയുടെ ഒരു മുഖപത്രമുണ്ട് ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന, ഇപ്പൊ മുംബൈ, അതിന്റെ പേര് സാമന. ആ സാമന പത്രത്തിന്റെ ഇപ്പോഴത്തെ എഡിറ്റർ എന്ന് പറയുന്നത് നേരത്തെ ബാൽ ഠാക്കറെ ആയിരുന്നു, അദ്ദേഹം മരിച്ചതിന് ശേഷം സഞ്ജയ് റാവത്താണ്. ആ സഞ്ജയ് റാവത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിന് തുടർന്ന് അദ്ദേഹം ഒരു ലേഖനം, അവരെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ട് ഇപ്പൊ കൂടെ നിർത്തുന്നത് നിങ്ങളല്ലേ? അവരെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ട് ഇപ്പൊ നിങ്ങളുടെ കൂടെ അല്ലേ അവര്? അല്ല, ചോദിച്ചതാ, സംശയം ചോദിച്ചതാ. അല്ല ഉല്ലാസ് ബാബു, ഞാൻ ഒരു പ്രതിപക്ഷ ശബ്ദമോ അല്ലെങ്കിൽ എതിർ ശബ്ദമോ കേൾക്കാനുള്ള
ചോദിച്ചത് അവരെന്നെയല്ലേ സംശയം ചോദിച്ചത്, അറിയാത്തതുകൊണ്ടാണ് സാർ. അതല്ല ഞാൻ പറഞ്ഞത്. അതോ ഉദ്ധവ് താക്കറെയുടെ ഉള്ള സമീപനം മാറ്റിയോ? അല്ല, എനിക്ക് സംസാരിക്കാനുള്ള അവസരത്തിലൊന്നും സംസാരിക്കട്ടെ. അപ്പൊ അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതിയത് നരേന്ദ്രമോദി കോൺഗ്രസ് 60 കൊല്ലക്കാലം ഭരിച്ച ഒരു രാജ്യമായതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ സുഭിക്ഷതയിൽ ഇന്ത്യയിൽ ഭരണസാരഥ്യം ഏറ്റെടുത്തു. മറിച്ചായിരുന്നുവെങ്കിൽ നിങ്ങൾ ഭരണം ഏറ്റെടുക്കുന്ന രാജ്യം സൊമാലിയ പോലെയോ എത്യോപ്യ പോലെയുള്ള ഒരു രാജ്യം ആയിരുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോൾ ഈ രാജ്യം വികസന രംഗത്ത് ലോക രാഷ്ട്രങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു. ഞങ്ങൾ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമ്പോഴും 55 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമ്പോഴും 50 രൂപയ്ക്ക് ഡീസൽ കൊടുക്കുമ്പോഴും നിങ്ങൾ പറഞ്ഞത് കോൺഗ്രസിന്റെ കുഴപ്പമാണ്. ഞങ്ങൾ 300 രൂപയ്ക്ക് ഗ്യാസ് കൊടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് സൗജന്യമായിട്ട്. ഇപ്പൊ ഇതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? നിങ്ങൾ 2 കോടി ചെറുപ്പക്കാർക്ക് പ്രതിവർഷം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ കൃഷിക്കാരെ കുറിച്ച് ഇന്ന് നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രസംഗിച്ചല്ലോ. എന്തിനാ ആയിരക്കണക്കിന് കൃഷിക്കാർ സിംഗുവിലും തിത്രൂവിലും ഇപ്പോഴും സമരത്തിലാണ്? ഡൽഹിയിലെ ഈ കോരി എന്താ പറഞ്ഞ അസ്ഥി മരവിപ്പിക്കുന്ന ഈ തണുപ്പില് 78 വയസ്സുള്ള കർഷക നേതാവ് അദ്ദേഹം എന്തിനാ ജാമവാൾ സമരരംഗത്തിരിക്കുന്നത്? അത് ഇന്ത്യയിലെ കൃഷിക്കാരനോട് നിങ്ങൾ നീതി പുലർത്തിയില്ല എന്നുള്ളതാ സാർ. ഞങ്ങൾ തുടങ്ങുമ്പോ സേനാപതി വേണു, അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് 4 കോടി വീടുകൾ ഈ ദരിദ്ര വിഭാഗങ്ങൾക്ക് നീക്കിവെക്കേണ്ടി വരുമായിരുന്നോ? 25 കോടി ജനതയെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റേണ്ടി വരുമായിരുന്നോ? അല്ല, ഞങ്ങൾ തുടങ്ങുമ്പോൾ നീലിമ 3.5 കോടി അഭയാർത്ഥികൾ ഈ രാജ്യം, ബ്രിട്ടീഷുകാരൻ ചവച്ചു തുപ്പിയിട്ട് പോയ ഒരു രാജ്യം, അവൻ നമുക്ക് തന്ന 9 ആവറോ വിമാനങ്ങളും 11 ഡെക്കോട്ട വിമാനങ്ങളും അതിൽ 3 പാകിസ്ഥാന് കൊടുത്തു. അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ ശൂന്യതയിൽ നിന്നാണ് ആരംഭിച്ചത്. 35 ലക്ഷം ആളുകൾ ബംഗാൾ ഫാമിൽ പട്ടിണി കൊണ്ട് മരിച്ച ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റെടുത്തത്. പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു, 1 രൂപ സർക്കാർ ചെലവഴിക്കുമ്പോൾ 15 രൂപ മാത്രമേ ജനങ്ങളിലേക്ക് എത്തുന്നുള്ളൂ. ബാക്കി 85 പൈസ എവിടെ പോയി? ഉല്ലാസ് ബാബു അങ്ങേക്ക് അല്ല ഉല്ലാസ് ബാബുവിന് ഒരുപാട് സമയം കൊടുത്തു. അല്ല, സേനാപതി വേണുവിനും ഇഷ്ടംപോലെ സമയം തന്നു. അങ്ങ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മള് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുകയല്ലേ, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ് വികസനം. അതിനു മുമ്പ് നമ്മളൊക്കെ ആഫ്രിക്കൻ രാജ്യം പോലെ ശൂന്യതയിലായിരുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയാണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കി. അവിടെ നിന്നാണ് ഹരിത വിപ്ലവം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഇന്ത്യയിലെ പ്രമുഖനായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം വിളിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കോൺഗ്രസിന് ധൈര്യമുണ്ടോ? അല്ല, ഗരീബി ഇല്ലല്ലോ ഇപ്പം. പ്രധാനമന്ത്രി പറഞ്ഞത് 25 കോടി ജനതയെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി. അത് വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രീ ഉല്ലാസ് ബാബു പ്രധാനമന്ത്രി പറഞ്ഞതിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. വിപ്ലവം ഒക്കെ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ നെല്ലറകൾ നിറച്ചത്, ഗോതമ്പറകൾ നിറച്ചത് കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോഴാണ്. ശ്രീ ഉല്ലാസ് ബാബു പ്ലീസ്. അതായത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി ഇവരിങ്ങനെ നീണ്ടകാലം ഭരിച്ചതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ 12 കോടിയിലേറെ ശൗചാലയങ്ങൾ, മനസ്സിലാക്കണം, 12 കോടിയിലേറെ ശൗചാലയങ്ങൾ നിർമ്മിക്കേണ്ടി വന്നത്. ഇവരുടെ വൃത്തിയായ ഭരണം കൊണ്ടാണ് 12 കോടി ജനങ്ങൾക്ക് വീട്ടിലേക്ക് ഈ സമയത്ത് വെള്ളം എത്തിക്കേണ്ടി വന്നത്. ഇവരുടെ വൃത്തിയായ ഭരണം കൊണ്ടാണ് ഇന്ന് ജൻ ഔഷധശാലകളിൽ നമുക്ക് തുടങ്ങേണ്ടി വരുന്നതും ആയുഷ്മാൻ ഭാരത് നമുക്ക് തുടങ്ങേണ്ടി വരുന്നതും ഫ്രീ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടി വരുന്നതും എല്ലാ ജില്ലാ മെഡിക്കൽ കേന്ദ്രങ്ങളിലും ക്യാൻസർ വാർഡ് തുടങ്ങേണ്ടി വന്നതും ഇപ്പോഴും ആരോഗ്യ രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഇവരുടെ വൃത്തിയായിട്ടുള്ള ഭരണത്തിൻ്റെ മികവ് കൊണ്ടാണ്. ഏത് മേഖല, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലടക്കം ഇന്ന് ഇന്ത്യ മഹാരാജ്യം കൈവരിച്ചിരിക്കുന്ന ആ വിജയത്തെ സേനാപതി വേണുവിന് കാണാൻ സാധിക്കില്ല. കാരണം ആ കാണാൻ സാധിക്കാത്തതിൻ്റെ പേരാണല്ലോ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത്. രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ കീഴിലുള്ള വ്യക്തിയല്ലേ അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഞാനൊരു സംശയം ചോദിക്കട്ടെ. കൃഷി, അദ്ദേഹം വലിയ കർഷക സ്നേഹം പറഞ്ഞല്ലോ. സർ, ഞാനും അങ്ങയും ഇരിക്കുന്ന ഈ കേരളത്തിൽ, ഞാനും അങ്ങയും ഇരിക്കുന്ന ഒരു കേരളത്തിലെ കാര്യം പറഞ്ഞ് അങ്ങ് പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. 2009, 2010 ഇവിടെ BJP ഭരിച്ചിട്ടില്ലല്ലോ അല്ലേ സംസ്ഥാനം? അത് അങ്ങേക്ക് ഉറപ്പുള്ള കാര്യമാണല്ലോ. 2009, 2010
₹2.50 സ്റ്റേറ്റ് ഷെയർ. ₹2.50 സ്റ്റേറ്റ് ഷെയർ. ₹9.50 നെല്ലിന് സെൻട്രൽ ഷെയർ 2009-2010. അവിടുന്ന് 2024-2025 ആവുമ്പോൾ സ്റ്റേറ്റ് ഷെയർ എന്ന് പറയപ്പെടുന്നത് ₹5.20 ആയിട്ടുള്ളൂ. ഇപ്പോഴും സെൻട്രൽ ഷെയർ എത്രയാ? ₹23. ₹9.50 നിന്ന് ₹23 സെൻട്രൽ ഷെയർ കൂട്ടുമ്പോൾ സ്റ്റേറ്റ് ഷെയർ അല്ലല്ല സ്റ്റേറ്റ് നിക്ക് സാറേ ആക്കാനേ നിങ്ങൾ സാധിച്ചുള്ളൂ എങ്കിൽ ഭരണപക്ഷത്ത് കേരളത്തിൽ ഇരുന്നല്ലോ അല്ലെ, പ്രതിപക്ഷത്ത് കേരളത്തിൽ ഇരുന്നല്ലോ അല്ലെ. 2009 ₹10 അരിയുടെ വില എങ്കിൽ ഇന്ന് ഭരണപക്ഷത്തും ₹5.20 നെല്ലിന് കൊടുക്കാൻ നിങ്ങളുടെ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ഇത്രയും ആളുകൾ നിങ്ങൾ ഇത്രയും കാലം ഈ കേരളത്തിലിരുന്ന് കർഷകനോട് സ്നേഹം മൂത്തിട്ട് ആ കർഷകന് ₹5.20 എത്തിക്കാനേ നിങ്ങൾക്ക് സാധിച്ചുള്ളൂ എങ്കിൽ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സതീശനോട് വേറെ പണിക്ക് പോകാൻ പറയണം. അതൊന്ന് ചോദ്യം ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് അന്യനാട്ടിലേക്ക് പോയിട്ട് സ്വന്തം മണ്ണിലെ കർഷകരോട് കാണിക്കാനുള്ള കാണിക്കണം. പറയുന്ന സമയത്ത് ചൊടിച്ചിട്ട് കാര്യമില്ലെന്ന്. കേരള സംസ്ഥാനത്ത് ഈ സാധാരണക്കാരനായിട്ടുള്ള കർഷകന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് നിറങ്ങിയവരാണ് നിങ്ങളൊക്കെ. അവന്റെ പാവപ്പെട്ടവന്റെ അന്നത്തിന് ഒരു വിലയും കൊടുക്കാത്ത വ്യക്തികളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കേരളത്തിൽ. എന്നിട്ട് നിങ്ങൾ കർഷകന് വേണ്ടിയിട്ട് സംസാരിച്ചോ? ഇവിടുത്തെ കേര കർഷകൻ, ഇവിടുത്തെ ക്ഷീര കർഷകൻ, ഇവിടുത്തെ അതേപോലെ തന്നെ റബ്ബർ കർഷകൻ, ഇവിടുത്തെ കേരളം ചെയ്യേണ്ട, സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ സർക്കാരുകൾ മാറി മാറി വന്നപ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത് സാറേ? നിങ്ങൾ എന്താ ചെയ്തത്? അതൊന്ന് പറ. എന്നിട്ട് നിങ്ങൾ മറ്റു കർഷകന്റെ കാര്യം അവിടുത്തെ സർക്കാരുകൾ നോക്കിക്കോളും കേട്ടോ. ഇവിടുത്തെ കാര്യം ഒന്ന് പറയാൻ ആദ്യം മനസ്സൊന്ന് കാണിക്കേ. അത് രാഹുലിന്റെ അല്ലേ വർഗം? കാണൂലല്ലോ. അന്യനാട്ടിലേക്ക് നോക്കിയിരിക്കുക, സ്വന്തം മണ്ണിനെ അവിടെ പോയി കുറ്റം പറയുക. എന്നിട്ട് ഇപ്പൊ സോറോസിനെ അറിയില്ല, സോണിയാഗാന്ധി അവിടെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ കുറിച്ച് അറിയില്ല. തെളിവുണ്ടോ സാറേ? അന്വേഷിക്കാൻ പറഞ്ഞില്ലേ? ഈ നാടിനെതിരായിട്ടുള്ള സകലവിധ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ആളുകൾക്കൊപ്പം പോയിരിക്കാം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാം, അവരുടെ നിർദ്ദേശാനുസരണം ഈ നാടിന്റെ പാർലമെന്റിനെ ബഹളമുഖീകരിക്കാം, ഈ നാടിന്റെ പാർലമെന്റിൽ എന്നും തർക്കമുണ്ടാക്കിക്കാം, ഈ നാടിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചയിക്കാവുന്ന രീതിയിൽ നിശ്ചലമാക്കാവുന്ന രീതിയിൽ പ്രവർത്തനം ഉണ്ടാക്കാം. അതിനുവേണ്ടി രാഹുലിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഈ കോമാളി വേഷങ്ങളെ മുഴുവൻ അദ്ദേഹത്തെ കൊണ്ട് കെട്ടിക്കാം. ഇതൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ് സാർ, ഇതൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. അങ്ങ് ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ നടത്തിയതിന്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. ആരുടെ ഇടപെടൽ കൊണ്ടാണ് അവിടെ അട്ടിമറി ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെയാണ് സാർ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ മഹാരാജ്യം നിങ്ങളൊക്കെ എത്ര കാലം പണിയെടുത്താലും എത്ര കൊല്ലം തുരങ്കം വെച്ചാലും ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിന്റെ സർക്കാരിനെ തൊടാൻ സാധിക്കില്ല സാർ. കാരണം എന്താ അറിയോ? നല്ല പ്രാപ്തിയും നല്ല കാര്യഗൗരവവും ഈ ജനങ്ങളോട് ഉത്തരവാദിത്വവും ഈ സമൂഹത്തിനോട് ബാധ്യതയും ആ സമൂഹത്തിനോടുള്ള ബാധ്യത കൃത്യമായി നടപ്പിലാക്കാനുള്ള ആഗ്രഹവും അതേപോലെ തന്നെ അർപ്പണവുമുള്ള ഒരു സർക്കാരാണ്. ആ സർക്കാരിന്റെ മുമ്പിൽ നിങ്ങൾ അപ്പുറത്തെ രാജ്യത്ത് പോയി ഇങ്ങോട്ട് വെടിവെച്ചാൽ ഞങ്ങൾ കേൾക്കൂല സാർ. ഞങ്ങളത് കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ പോയിട്ട് ആയുധമുണ്ടായിരുന്നില്ല, ആയുധമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സർ, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ നമുക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി മറ്റ് രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നുണ്ടായാൽ അവിടെ ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യാൻ പ്രാപ്തിയും കഴിവുള്ള പ്രതിരോധ മന്ത്രിയുമുണ്ട്. തലയിറ്റി വീഴുന്ന പ്രതിരോധ മന്ത്രി അല്ല കേട്ടോ. സേനാപതി എഴുതി വെച്ചോ, തലയിറ്റി വീഴുന്ന പ്രതിരോധ മന്ത്രി അല്ല കേട്ടോ. നിങ്ങളുടെ രാഹുലേ മൈനസ് മഞ്ഞത്തെ ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ചിട്ടേ സ്വന്തം വീട്ടിലേക്ക് വരാൻ സാധിക്കാതെ കോരിച്ചൊറിയുന്ന മഞ്ഞിന്റെ ഇടയിൽ നിൽക്കുന്ന ആ മിലിറ്ററികളുണ്ടല്ലോ, മിലിറ്ററികളെ പോലും മോശമായി ചിത്രീകരിക്കുന്നതിന്റെ തുല്യമാണ് സാർ. തെളിവുകളുടെയോ രേഖകളുടെയോ പിൻബലമില്ലാതെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ നടത്തിയ രാജ്യവിരുദ്ധ വിമർശനങ്ങൾക്ക് കടുത്ത ഭാഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം വലിയൊരു സന്ദേശവും മുന്നോട്ട് വെക്കുകയാണ്. അങ്ങ് ബംഗ്ലാദേശിൽ കാണിച്ചതുപോലെ അലക്സ് സോറോസിനെ ഉപയോഗിച്ച് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും ഭാരതം അംഗീകരിക്കില്ല. പഴയ ഭാരതമല്ല ഇതെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ നടത്തിയത്. ഈ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അതിഥികളായി എത്തിയ എല്ലാവർക്കും വളരെയധികം നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.
നമസ്തേ.